ഹലോ മച്ചമാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു കാര്യം ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ മനുഷ്യരുടെ ആധിപത്യം ഈ ഭൂമിയിൽ നിന്നും ഇല്ലാതാവുകയാണ്. പകരം കുരങ്ങുകളുടെ ആധിപത്യമാണ് ഈ ഭൂമിയിൽ വരുന്നത്. എങ്ങനെയായിരിക്കും ആ ഒരു ഭൂമി ഉണ്ടാവുക? എന്തായാലും അങ്ങനെ ഒരു കഥ തന്നെയാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. നോവ എന്നൊരു ചിമ്പാൻസി. അവന് നന്നായിട്ട് സംസാരിക്കാൻ കഴിയും, മനുഷ്യരെ പോലെ ചിന്തിക്കാൻ കഴിയും, മനുഷ്യരെ പോലെ തന്നെ കൂട്ടമായിട്ട് ജീവിക്കുകയാണ്. ഇവരുടെ അടുത്തേക്ക് ഒരു പെൺകുട്ടി വരുന്നുണ്ട്, മേ എന്നൊരു പെണ്ണ്. അതൊരു മനുഷ്യനാണ്. എന്നാൽ മനുഷ്യരെ ഈ ചിമ്പാൻസികളെല്ലാം കാണുന്നത് സംസാരിക്കാൻ പോലും കഴിയാത്ത വിചിത്ര ജന്തുക്കളായിട്ടാണ്. എന്നാൽ മേ ഈ നോവയുടെ അടുത്തേക്ക് വന്നതിന് ഒരു വലിയ ഉദ്ദേശം ഉണ്ടായിരുന്നു, വലിയൊരു പദ്ധതി ഉണ്ടായിരുന്നു. എന്താണത്? മാത്രമല്ല, ഏപ്സുകളുടെ വലിയൊരു കിണ്ടം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ക്രൂരനായിട്ടുള്ള ഒരു കുരങ്ങനുണ്ട്, മറ്റൊരു ഏപ്പുണ്ട് പ്രോക്സിമസ്. അവൻ വന്ന് നമ്മുടെ നോവയെ കുടുംബത്തെ ഇല്ലാതാക്കുകയാണ്. അവനോടുള്ള പ്രതികാരത്തിനായിട്ട് നോവ വലിയൊരു യാത്രയ്ക്കും ഇറങ്ങുന്നുണ്ട്. അവന്റെ കൂടെ തന്നെ ആ ഒരു പെണ്ണും ഇറങ്ങുന്നുണ്ട്. സോ എന്തായാലും അവരുടെ ആ ഒരു അഡ്വഞ്ചർ ആയിട്ടുള്ള യാത്രകൾ അവസാനം അവർക്ക് എന്താ സംഭവിക്കാൻ പോകുന്നത്, എന്താണ് ശരിക്കും മേയുടെ ആ ഒരു പദ്ധതി, എല്ലാം നമുക്ക് കഥയിലൂടെ തന്നെ കേട്ട് മനസ്സിലാക്കാം. അപ്പൊ പോകല്ലേ ഈ കഥയിലേക്ക്, കഥയുടെ മായ ലോകത്തിലേക്ക്. ഈ കഥ കേൾക്കുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കണം. അതായത് കുറച്ചധികം വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ ഭൂമിയിൽ ഒരു മരുന്ന് കണ്ടുപിടിച്ചു. ആ മരുന്ന് ഉപയോഗിച്ച് കുരങ്ങന്മാരുടെ ഇന്റലിജൻസ് കുറച്ച് കൂട്ടാം എന്നുള്ളതായിരുന്നു സയന്റിസ്റ്റുകളുടെ ഉദ്ദേശം. അങ്ങനെ ആ ലാബിൽ ഉണ്ടായിരുന്ന ഒരു കുരങ്ങനാണ് സീസർ. ബാക്കിയുള്ള എല്ലാ കുരങ്ങുകളെക്കാളും അതിന്റെ ഇന്റലിജന്റ്, അതായത് ബുദ്ധി നല്ല രീതിയിൽ തന്നെ വികസിക്കുകയാണ്. മനുഷ്യരെ പോലെ ചിന്തിക്കാനായിട്ട് അതിന് കഴിയുന്നുണ്ടായിരുന്നു. കൂടുതൽ കുരങ്ങുകൾ ഇതുപോലെ ചിന്തിക്കാനായിട്ട് തുടങ്ങി. അത് ആ ഒരു മരുന്നിന്റെ എഫക്റ്റ് ആയിരുന്നു. അതിന്റെ കൂടെ തന്നെ ഭൂമിയിൽ ഒരു വൈറസ് കൂടി ഉണ്ടാവുന്നുണ്ട്. സത്യം പറയുകയാണെങ്കിൽ മനുഷ്യരുടെ കഷ്ടകാലവും കുരങ്ങന്മാരുടെ നല്ല കാലവും അവിടെ മുതൽ ആരംഭിക്കുകയാണ്. എന്നാലും മനുഷ്യരോട് പോരാടി കുരങ്ങുകൾ അതിൻ്റെതായ ആ ഒരു സ്ഥാനം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടു. അതിനായിട്ട് അവരുടെ കൂടെ നിന്നത്, ഒരുപാടധികം ത്യാഗം സഹിച്ചത് സീസർ എന്നൊരു കുരങ്ങായിരുന്നു. അവരുടെ ഇടയിൽ ഒരു ഹീറോ തന്നെയായിരുന്നു സീസർ. അങ്ങനെ മനുഷ്യരോട് യുദ്ധം ചെയ്ത് ഈ ഏപ്സുകൾ ഉണ്ടല്ലോ, കുരങ്ങന്മാർ, അവരുടേതായിട്ടുള്ള ആ ഒരു സ്ഥാനം നമ്മുടെ ഭൂമിയിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഈ ഒരു സംഭവം എല്ലാം കഴിഞ്ഞ് ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഭൂമിയിൽ ചുരുക്കം മനുഷ്യരേ ഉള്ളൂ. ആധിപത്യം ഇപ്പോഴും ഏപ്സിന്റെ കയ്യിലാണ്, അതായത് കുരങ്ങുകളുടെ കയ്യിലാണ്. എന്തായാലും അവരുടെ ഹീറോ ആയിട്ടുള്ള സീസർ മരണപ്പെട്ടല്ലോ. സീസർ മരണപ്പെട്ട് കുറച്ചധികം തലമുറകൾ തന്നെ കഴിഞ്ഞു പോവാണ്, അതായത് കുറച്ചധികം വർഷമായിട്ടുണ്ട്. ഏപ്സ് എല്ലാം കാടിന്റെ പല ഭാഗത്തായിട്ട് ചെറിയ ഗ്രൂപ്പുകളായിട്ട് അവരങ്ങനെ എന്താ പറയാ, ഒരു കൂട്ടമായിട്ട് താമസിച്ചു പോവാണ്. ആ കൂട്ടത്തിലെ ഒരു 3 പേരെ കാണിക്കുന്നുണ്ട്. അതിൽ പ്രധാനിയാണ് മുന്നിൽ പോകുന്ന നോവ. ഈ 3 പേരുടെയും ലക്ഷ്യം എന്ന് വെച്ചാൽ വളരെ ഹൈറ്റുള്ള ഒരു മരത്തിന്റെ മുകളിൽ കയറി അതിന്റെ ഉള്ളിൽ നിന്നും ഒരു കഴുകന്റെ മുട്ടയെടുക്കണം. അവർ പോകുന്ന ആ ഒരു വഴി കണ്ടാൽ തന്നെ അറിയാം, മനുഷ്യർ ഒരുപാട് ഉപയോഗിച്ചിരുന്ന വലിയ ടെക്നോളജി ഉപയോഗിച്ചുണ്ടാക്കിയ പാലങ്ങൾ, അതൊക്കെ ഇന്ന് ഉപയോഗിക്കാതെ കാട് മൂടിക്കെടുക്കുകയാണ്. ഇതിന് മുകളിലൂടെയാണ് ഇവർ ആ ഒരു മരത്തിന്റെ മുകളിലേക്ക് പോകുന്നത്. അപ്പൊ തന്നെ ഈ ഭൂമിയിൽ ഏപ്സുകൾ അവരുടെ അധികാരം സ്ഥാപിച്ചു കഴിഞ്ഞിട്ട് എത്രത്തോളം വർഷമായിട്ടുണ്ടാവുന്ന നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും ഇവർ 3 പേരും കൂടെ ഒരു വലിയ മരത്തിന്റെ മുകളിൽ കയറിയിട്ട് 3 കഴുകമുട്ടകൾ കാണുന്നുണ്ട്. എന്നാൽ അത് മുഴുവനായിട്ട് എടുക്കാന്ന് കൂടെ ഉണ്ടായിരുന്ന ഒരു പെൺകുരങ്ങ് പറയുമ്പോൾ നോവ പറയാണ്, അത് വേണ്ട, അത് നമ്മുടെ നിയമത്തിന് എതിരാണ്. ഒരെണ്ണം ഇവിടെ വെക്കാം, ബാക്കി 2 എടുക്കാം. അപ്പൊ ആരതെടുക്കും, ആർക്ക് കിട്ടാണ്ടാവും? ആ ഒരു കൺഫ്യൂഷൻ വന്നപ്പോൾ നോവ പറയാണ്, ദാ ആ മല കണ്ടോ, അതിന്റെ മുകളിലേക്ക് ഞാൻ എങ്ങനെയെങ്കിലും കയറി പോയിക്കോളാം, എനിക്ക് വേണ്ടത് ഞാൻ അവിടെ നിന്ന് എടുത്തോളാം എന്ന് പറയുന്നത്. പക്ഷെ ഒരു കാരണവശാലും ആ മലയുടെ മുകളിലേക്ക് മാത്രം ആരും കയറാറില്ല. അത്രയും അപകടം പിടിച്ച ഹൈറ്റ് കൂടിയ ഒരു മലയാണത്. രണ്ടും കൽപ്പിച്ച് ധീരനായിട്ടുള്ള നോവയുണ്ടല്ലോ, നേരെ ആ ഒരു മലയുടെ മുകളിലേക്ക് എത്തുകയാണ്. അള്ളിപ്പിടിച്ച് അങ്ങനെ കയറി പോകാൻ പ്രത്യേകിച്ച് വഴിയൊന്നുമില്ല. അവസാനം ആ കഴുകന്റെ കൂടിന്റെ അടുത്തേക്ക് എത്തി. എന്നാൽ കൈ നീട്ടിയിട്ട് മുട്ട എടുക്കാൻ പറ്റുന്നില്ല. അതേ നേരം തന്നെ ആ അമ്മ കഴുകൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു മുട്ടയെങ്കിലും എടുത്തിട്ടില്ലെങ്കിൽ അതിപ്പോ കൊത്തി അവനെ താഴെയിടും. ഒരു വിധത്തിൽ ഒരു മുട്ട അവന്റെ കയ്യിലായി. അപ്പൊ തന്നെ അവന്റെ പിടുത്തം വിട്ടുപോവാണ്. കൂടെ ഉള്ളവര് അവൻ നിലത്തേക്ക് വീണ് ചത്തിട്ടുണ്ടാവും എന്ന ഒരു പേടിയിൽ നോക്കുമ്പോൾ എങ്ങനെയൊക്കെ ആ ഒരു മലഞ്ചെരുവിലുണ്ടായിരുന്ന ഒരു വേരില് നോവയ്ക്ക് പിടുത്തം കിട്ടുന്നുണ്ട്. എന്തായാലും കാട്ടിൽ മുട്ട തേടിപ്പോയ ഇവർക്ക് 3 പേർക്കും ഇപ്പൊ നിലവിൽ മുട്ട കിട്ടിയിരിക്കുകയാണ്. സോ ഇവരുടെ ആ ഒരു ഗ്രൂപ്പിലേക്ക് തന്നെ തിരിച്ചു പോകുന്ന സമയത്ത് ഇവർക്ക് എന്തോന്ന് ഫീൽ ആവുന്നുണ്ട്, ആരും ഒരാൾ ഇവരുടെ പിന്നാലെ ഉണ്ട്. കുറച്ചു ദൂരം മുന്നോട്ടേക്ക് പോയപ്പോൾ പിന്നെയും ഇവർക്കത് ഫീൽ ആവുന്നുണ്ട്, ആരും ഇവരുടെ പിന്നാലെ ഉണ്ട്. അങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ, ആളെ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞിട്ട് അയാൾ നോക്കി, അല്ലെങ്കിൽ ഇവർക്ക് സംശയം തോന്നിയ ഭാഗത്തേക്ക് ഇവരൊരൊറ്റ ഓട്ടാണ്. അപ്പൊ തന്നെ ഇവരെ ഫോളോ ചെയ്ത ആള് ഭയന്നുകൊണ്ട് ഇവിടുന്ന് ഒരു ദിശയിലേക്ക് ഓടുന്നുണ്ട്. അങ്ങോട്ടേക്ക് നമ്മുടെ ഏപ്സുകളും കുറെ അങ്ങോട്ട് പാഞ്ഞു ചെല്ലുകയാണ്. അങ്ങനെ ഇവർ പാഞ്ഞു ചെന്ന് നോക്കുമ്പോൾ ഒരു വലിയ ടണൽ കാണുന്നുണ്ട്. ഈ ഒരു ഭാഗത്തിന്റെ അപ്പുറത്തേക്കൊന്നും ഇവരുടെ ഈ ഒരു ഗ്രൂപ്പിലെ ആൾക്കാർ കടന്നു പോകാറില്ല. അതായത് ഓരോ ആൾക്കാർക്കും ഓരോ റീജിയൻ ഉണ്ട് എന്ന് പറയുന്നില്ലേ, അതുപോലെ തന്നെ. എന്നാൽ ആ ടണലിൽ എത്തുന്നതിന് മുന്നേ ആയിട്ട് ഇവർക്കൊരു തുണിയുടെ കഷ്ണം കിട്ടുകയാണ്. എന്നാൽ അത് ഉപയോഗിച്ചത് ഒരു മനുഷ്യനാണ്. ആ സ്മെല്ല് കിട്ടിയപ്പോൾ തന്നെ അവർക്കത് മനസ്സിലായി, വ്യത്യസ്തമായിട്ടുള്ള സ്മെല്ലാണ്. എന്തായാലും ഇത് എടുത്തുകൊണ്ട് ഇവരുടെ ഗ്രൂപ്പിന്റെ അടുത്തേക്ക് ഇവർ നേരെ തിരിച്ചെത്തുകയാണ്. എന്നാൽ അവിടെ എത്തിയ സമയത്ത് തന്നെ പിള്ളേരൊക്കെ ചോദിക്കുന്നുണ്ട്, എന്തായി, പോയ കാര്യം നടന്നോ, കഴുകന്റെ മുട്ട കിട്ടിയോ?
കിട്ടിയോ? ഇപ്പൊ നോവയുടെ കൂടെ ഒരു പെൺകുരങ്ങും വേറൊരു കുരങ്ങും ഉണ്ടായിരുന്നില്ല. അവര് പറയാണ് നോവയ്ക്കായിട്ടുള്ള മുട്ട അവൻ എങ്ങനെ എടുത്തേന്ന് അറിയോ? ആ വലിയ മലയില്ലേ അതിന്റെ മുകളിലേക്ക് കയറിയിട്ട് എല്ലാവരും അത്ഭുതത്തിൽ നോക്കുകയാണ്. എന്ത് ആ വലിയ മലയുടെ മുകളിലേക്ക് നോവ കയറിയെന്നോ? ഔ ഗംഭീരം തന്നെ. നോവ ഭയങ്കര ധീരൻ തന്നെയാണ് കേട്ടോ. ഇതേ സമയത്തിന് നോവയുടെ അമ്മയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അമ്മ പറയാണ് മോനെ എനിക്കറിയായിരുന്നു നീ ആ മല ഒരു നാൾ കീഴടക്കുമെന്ന്. അച്ഛൻ നിന്നെ കാത്തിരിക്കുന്നുണ്ട്, നീ വേഗം അങ്ങോട്ടേക്ക് ചെല്ല്, അച്ഛനെ കണ്ട് സംസാരിക്കുന്നു പറയാണ്. അങ്ങനെ ഈ മുട്ടയുമായിട്ട് നേരെ അച്ഛന്റെ അടുത്തേക്ക് എത്താണ്. ശരിക്കും എന്തിനാണ് ഈ കഴുകമുട്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ ഒരു മത്സരം നടക്കാൻ വേണ്ടി പോവാണ്. അതിനു വേണ്ടിയിട്ടാണ് സീസറും അവന്റെ കൂട്ടുകാരും കൂടെ ഇതുപോലെ ഈ ഒരു മുട്ട എടുക്കാൻ ചെന്നത്. എന്തായാലും നോവ ഇപ്പോ അച്ഛന്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. അവന്റെ അച്ഛന്റെ കയ്യിൽ എപ്പോഴും ഒരു പരുന്നുണ്ടാവും. ആ പരുന്നാണെങ്കിൽ എപ്പോഴും അവനെ കണ്ട അപ്പ വന്ന് കൊത്തും. അവന് തീരെ താല്പര്യമില്ല അതിനോട്. അപ്പൊ അവന്റെ അച്ഛൻ ചോദിക്കുന്നുണ്ട് നീ ആ ഒരു മല കയറി എന്ന് പറയുന്നത് സത്യമാണോ? എല്ലാവരും കാര്യം ചോദിക്കുമ്പോൾ നോവ പറയണ ഇല്ല ഞാൻ മാത്രമേ കയറിയുള്ളൂ. ഇപ്പൊ അവന്റെ അച്ഛൻ പറയണ നീ ഒരു ധീരനാണ്. അല്ല എന്താണ് നിന്നെ വേറൊരു സ്മെല്ല്, ഒരു വ്യത്യസ്തമായിട്ടുള്ള സ്മെല്ല് ഉണ്ടല്ലോ, എന്താ നിന്റെ കയ്യിൽ നിന്ന് ചോദിക്കാണ്. അതായത് മനുഷ്യരുടെ ആ ഒരു വസ്ത്രം ഇപ്പൊ നോവ എടുത്ത് കാണിക്കാണ്. ഇത് കണ്ടപാട് അവന്റെ അച്ഛന്റെ മുഖത്തൊരു ടെൻഷൻ വരുന്നുണ്ട്. മോനെ അച്ഛൻ പറഞ്ഞതല്ലേ നമുക്ക് പോവാൻ പാടില്ലാത്ത ആ റീജിയനിലേക്ക് നമ്മൾ പോവാൻ പാടില്ല, അപകടത്തെ നമ്മൾ ഒരിക്കലും വിളിച്ചു വരുത്താൻ പാടില്ല. എന്റെ കാലശേഷം ബാക്കിയുള്ളവർക്ക് തലവനായി വരേണ്ടത് നീയാണ്. അപ്പൊ നീ എപ്പോഴും ആ ഒരു ജാഗ്രത കാണിക്കണം, അനാവശ്യമായിട്ട് ആപത്തിൽ ചെന്ന് ചാടരുത് തന്നെ വാണിംഗ് കൊടുക്കുകയാണ് ഇപ്പൊ അവന്റെ അച്ഛൻ. പിന്നെ അച്ഛനോട് തലയാട്ടിക്കൊണ്ട് നേരെ നോവ പുറത്തേക്ക് ഇറങ്ങാണ്. അവന്റെ കൂട്ടുകാരിയായിട്ടുള്ള സോനയാണ് നേരത്തെ അവന്റെ കൂടെ വന്ന ഒരു കുരങ്ങ്, പിന്നെ വേറൊരു കുരങ്ങും. അപ്പൊ അവരങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നോവ പറയണ ചെറുപ്പത്തിൽ അമ്മ പറഞ്ഞിട്ടുണ്ട് ഈ മനുഷ്യർ എന്ന് പറയുന്നത് ഭയങ്കര ഭീകരന്മാരാണ്, അവരുടെ മുന്നിലൊന്നും പെട്ട് ചെന്നേക്കരുത്. ചെറുപ്പത്തിൽ എന്റെ അമ്മ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഏപ്സുകൾ കുരങ്ങന്മാർ എല്ലാവരും കരുതുന്നത് മനുഷ്യരെന്ന് വെച്ചാൽ ഇവരുടെ ബദ്ധ ശത്രുക്കളാണ്. ഒരിക്കലും അവരെ കണ്ടാലോ കേട്ടാലോ അവരുടെ അടുത്തേക്ക് പോലും പോകാൻ പാടില്ല. ആ ഒരു ഭയം ഇവരുടെ ഉള്ളിലുണ്ട്. അതായത് ഭയമുള്ള ആൾക്കാർക്കേ അതിജീവിക്കാൻ കഴിയുള്ളൂ, ഭയമില്ലാത്ത ആൾക്കാർ പെട്ടെന്ന് ചത്തൊടുങ്ങും. അത് ഈ പ്രകൃതിയുടെ ഒരു നിയമമാണ്. എന്തായാലും രാത്രിയായപ്പോൾ നോവ അവന്റെ ആയുധങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്, മീൻ പിടിക്കാനുള്ള അങ്ങനെയുള്ള ഓരോ ആയുധങ്ങൾ. എന്നാൽ ഈ സമയത്ത് രാത്രിയിൽ ഈ പലകകൾക്കിടയിലായിട്ട് എന്തോ ശബ്ദം കേട്ട് അവൻ അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ ഒരു മനുഷ്യനെ കാണുകയാണ്. നോവ മനുഷ്യനെ കണ്ടതും അതിന്റെ പിന്നാലെ ഓടുകയാണ്. ആ ഒരു മനുഷ്യനാണെങ്കിൽ ഇറങ്ങി ഓടുന്നുണ്ട്. അവിടുന്ന് പോകുന്ന പോക്കില് നോവ നാളേക്ക് മത്സരത്തിന് വേണ്ടി വെച്ച ആ ഒരു മുട്ട നിലത്ത് വീണ് പൊട്ടിച്ച് കളയുന്നുണ്ട്. ആ പൊട്ടിയ മുട്ടയും കയ്യിലെടുത്ത് അവൻ ഭയങ്കര വിഷമത്തിലേക്കുമ്പോൾ അവന്റെ കൂട്ടുകാരൻ അങ്ങോട്ടേക്ക് വന്നിട്ട് പറയണ എടാ ഇനി എന്താ ചെയ്യാ, മുട്ടയില്ലാതെ നാളെ എങ്ങനെയാ മത്സരത്തിൽ പങ്കെടുക്കുക? ആ പേടിക്കൊന്നും വേണ്ട, നിന്റെ അച്ഛൻ എന്തായാലും നിന്നെ തന്നെയാണ് തലവനായിട്ട് നിയോഗിക്കുള്ളൂ. എന്നാൽ അങ്ങനെ ഒരു ഔദാര്യം എനിക്ക് വേണ്ട, മുട്ടയെടുത്ത് ആ മത്സരത്തിൽ പങ്കെടുത്തിട്ട് എനിക്ക് ആ ഒരു സ്ഥാനം മതി എന്ന് പറഞ്ഞിട്ട് നോവയുണ്ടല്ലോ ധീരനാണ്. ആ നട്ടപ്പാതിരയ്ക്ക് അവനൊരു കുതിരയുമായിട്ട് ആ ഒരു മലയുടെ മുകളിലേക്ക് പോകാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ മലയുടെ മുകളിലേക്ക് പോകുന്ന സമയത്ത് വിചിത്രമായിട്ടുള്ളൊരു കാഴ്ച കാണുകയാണ്. അതായത് രണ്ട് കുരങ്ങന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുന്ന ഒരു കാര്യം. ഇങ്ങനൊരു കാര്യം അവൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് അവൻ ചെന്ന് നോക്കുന്നുണ്ട്. ഒരു ഏപ്പ് ഓൾറെഡി മരണപ്പെട്ട് കിടക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ പെട്ടെന്ന് അവന്റെ പിന്നിലേക്ക് മറ്റൊരു ഏപ്പ് വന്നിട്ട് അവന്റെ ദേഹത്ത് കൈ വെച്ചിട്ട് പറയാണ് അവരൊരുപാടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കുരങ്ങിന്റെ പുറത്തായിട്ട് ഒരു കത്തി ഉണ്ടായിരുന്നു. പിന്നെ ഒരു ശബ്ദം കേട്ട് ആകെ പേടിച്ചു പോയ നമ്മുടെ നോവ വേഗം അവിടെ ഉണ്ടായിരുന്ന കുറ്റിക്കാട്ടിൽ പോയി വിളിക്കുകയാണ്. നോക്കുമ്പോൾ ഒരുപാട് കുതിരകളുടെ പുറത്തായിട്ട് ഗൊറില്ലകളും ചിമ്പാൻസികളും അങ്ങനെ കിടക്കുന്ന വലിയൊരു പട തന്നെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ശരിക്കും ഇവിടെ ഒരു വലിയ ഏപ്സിന്റെ കിങ് ഉണ്ട്. ആ കിങ് പ്രോക്സിമസ്, അയാളുടെ പടയാളികളാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. അയാളുടെ പടയാളികളിലെ പടത്തലവനാണ് ഈ വന്നിരിക്കുന്ന ഒരു ഗൊറില്ല സിൽവ. അവർക്ക് ഇപ്പൊ അവിടുന്ന് ഒരു മനുഷ്യന്റെ തുണി കിട്ടുകയാണ്. ഇത് നോക്കിയാണ് ഇവർ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പൊ ആ ഒരു മനുഷ്യൻ ഇവിടെ എവിടെയോ ഉണ്ട്, പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കുന്ന പറയുകയാണ്. അപ്പോഴാണ് ആ ഒരു മനുഷ്യൻ വന്ന ആ ഒരു കുതിരയെ ഇവര് കാണുന്നത്. അതിന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അതിനൊരു ഷോക്ക് കൊടുക്കുകയാണ്. കാരണം ഈ ഒരു കുതിര അതിന്റെ യജമാനൻ എങ്ങോട്ടാണ് പോയത് ആ കറക്റ്റ് അങ്ങോട്ടേക്ക് പോയിരിക്കും. ആ കുതിര നേരെ പായാണ്. ഇത് കണ്ട സമയത്ത് നോവയ്ക്ക് ഒരു കാര്യം മനസ്സിലായി, കുതിര പോകുന്നത് അവന്റെ കൂട്ടക്കാരുടെ അടുത്തേക്കാണ്. കുതിരകളുടെ പുറത്ത് ഈ ഏപ്സുകൾ കുറെ അങ്ങോട്ടേക്ക് പോയി. ഇതിന്റെ പിന്നാലെ പതിയാണ് അങ്ങോട്ടേക്ക് നമ്മുടെ നോവ എത്തുന്നത്. എന്നാൽ നോവ അവിടെ എത്തി നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താ, അവന്റെ കൂട്ടത്തിനെ മുഴുവനായിട്ടും കത്തിച്ച് ചാമ്പലാക്കി നശിപ്പിച്ച് കളഞ്ഞിരിക്കുകയാണ് ആ പ്രോക്സിമസ് എന്ന് പറഞ്ഞ ചക്രവർത്തിയുടെ ഈ ഒരു പടയാളികൾ. ഇതേ സമയത്താണല്ലോ നോവ ഇങ്ങോട്ടേക്ക് വന്നത്. നോവ അവന്റെ അമ്മയെ കെട്ടിയിട്ടത് കണ്ടിട്ട് അങ്ങോട്ടേക്ക് ഓടി ചെല്ലുന്നുണ്ട്. അമ്മയുടെ കൂടെ തന്നെ സൂനയും കെട്ടിയിട്ടിട്ടുണ്ട്. ആണുങ്ങളെ മുഴുവനായിട്ട് കൊന്നുകൊണ്ട് സ്ത്രീകളെ കെട്ടിയിട്ട് ഇവിടുന്ന് കൊണ്ടുപോകാനാണ് ഇവരുടെ ആ ഒരു പദ്ധതി. ഇതേ സമയത്ത് തന്നെ മകനോട് അമ്മ പറയാണ് അച്ഛനെ പോയിട്ട് പ്രൊട്ടക്ട് ചെയ്യടാ. അച്ഛന്റെ അടുത്തേക്ക് പോകാൻ നോക്കുമ്പോൾ അവന് മറ്റൊരു ഗൊറില്ല വന്നിട്ട് അറ്റാക്ക് ചെയ്യാണ്. അവന്റെ ഒരു കൂട്ടുകാരൻ വന്ന് അവനെ ഹെൽപ്പ് ചെയ്യാണ്. ഈ ഒരു സമയം നോക്കി നോവ അവന്റെ അച്ഛന്റെ അടുത്തേക്ക് ഓടി ചെല്ലുന്നുണ്ട്. എന്നാൽ അവന്റെ അച്ഛനാണെങ്കിൽ ആ ഒരു വലിയ വീടിന്റെ മുകളിൽ നിന്നും എല്ലാ പക്ഷികളെയും തുറന്നു വിട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം തീ പിടിച്ച് അതിങ്ങനെ മുകളിലേക്ക് വരുന്നുണ്ട്. എല്ലാം ഇതിൽപ്പെട്ട് വെന്ത് ചത്തുപോകാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതുപോലെ എത്രയും പെട്ടെന്ന് തന്നെ നോവയോടും ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ട് അവന്റെ അച്ഛൻ പറയുന്നുണ്ട്. പെട്ടെന്നാണ് അങ്ങോട്ടേക്ക് ആ ഒരു പടനായകനായിട്ടുള്ള സിൽവ വരുന്നത്. നോവയോട് വേഗം തന്നെ ഒളിക്കാൻ വേണ്ടി പറയാണ്. ഇപ്പൊ സിൽവ നോവയുടെ അച്ഛനെ നോക്കിയിട്ട് പറയാണ് എന്റെ മുന്നിൽ കൊമ്പിട്ട് നിൽക്കുകയെന്ന്, അതായത് തലകുനിച്ച് നിൽക്ക്. ആത്മാഭിമാനം ഉണ്ടായിരുന്ന ആ ഒരു ഏപ്പ് ഉണ്ടല്ലോ കുഞ്ഞില്ല, പകരം അവനോട് യുദ്ധം ചെയ്യാണ്. പക്ഷെ സിൽവയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാനായിട്ട് നമ്മുടെ നോവയുടെ അച്ഛന് കഴിയുന്നില്ല. അടിച്ചിടുകയാണ്. മാത്രമല്ല ആ ഷോക്കടിപ്പിക്കുന്ന ഒരു സാധനം ഉണ്ട്, അത് വെച്ച് ഉപദ്രവിക്കുന്നുണ്ട്. ഇത് കണ്ട് സഹിക്കാൻ പറ്റാത്ത നോവ സിൽവയുടെ ദേഹത്തേക്ക് ചാടി വീഴുന്നുണ്ട്. എന്നാൽ നോവയെ കൊണ്ടും അവനൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് നടക്കുകയാണ്. ഈ ഫൈറ്റിനിടയിൽ സിൽവെ നോവയെ തൂക്കിയെടുത്ത് ഒരൊറ്റ ഏറ് കൊടുക്കുകയാണ്. അവൻ എങ്ങനെയോ ഒരു കയറിൽ പിടുത്തം കിട്ടിയിട്ടുണ്ട്. ഇതേ സമയത്ത് അവന്റെ അച്ഛനെ ആണെങ്കിൽ അടിച്ച് കൊല്ലാനാക്കി അതിന്റെ ദേഹത്ത്
കാലം വെച്ചങ്ങനെ നിൽക്കുകയാണ്. അതേ സമയത്ത് നോവ ഇതങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇപ്പൊ മിഷീൻ വെച്ചിട്ട് അത്രയും ഉയരത്തിൽ നിന്ന് ഷോക്ക് അടിപ്പിച്ച് നോവയെ താഴേക്ക് തള്ളിയിടുകയാണ്. ഇങ്ങനെ ചെയ്യുമ്പോഴൊക്കെ ഇവർ പറയുന്ന ഒരു കാര്യം, സീസറിന് വേണ്ടി ഇവർക്ക് എല്ലാവർക്കും വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്ത് ഇവർ ഈ രീതിയിലാക്കിയ ആളാണ് സീസർ. എന്നാൽ ആരാണ് സീസർ എന്നറിയാതെയാണ് സീസറിന്റെ പേരിൽ ഇവർ ഈ ഒരു കൊലവിളി നടത്തുന്നത്. അങ്ങനെ ആ ഒരു കാലരാത്രി അവസാനിക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ ചാരങ്ങൾക്കിടയിൽ നിന്നും നമ്മുടെ നോവ എഴുന്നേൽക്കുകയാണ്. അത്രയും ഹൈറ്റിൽ നിന്നും അവൻ വീണിട്ട് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഓടി വന്ന് നോക്കുമ്പോൾ അവന്റെ അച്ഛൻ നിലത്ത് വീണ് ഓൾറെഡി മരണപ്പെട്ട് കിടക്കുകയാണ്. അവന്റെ അമ്മയോ സൂനയോ ആരെയും കാണാനില്ല. സ്ത്രീകളെ മുഴുവനായിട്ടും അവർ ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ട്. കൂട്ടത്തിൽ തന്നെ അവന്റെ കുറച്ചധികം കൂട്ടുകാരിയും. ഒരുപാട് കരഞ്ഞുകൊണ്ട് നോവ അവന്റെ അച്ഛന്റെ ആ ഒരു മൃതദേഹം മറവ് ചെയ്യുകയാണ്. എല്ലാം കഴിഞ്ഞിട്ട് അവന്റെ അച്ഛന്റെ ആ ഒരു കല്ലറ നോക്കിയിട്ട് അവൻ വാക്ക് കൊടുക്കുകയാണ്, എല്ലാവരെയും ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരിക്കും. ഇതിനുശേഷം ഒരു കുതിരയുമായിട്ട് നേരെ ഈ പോയ പടയാളികളുണ്ടല്ലോ അവരുടെ ആ ഒരു കുതിരയുടെ കാൽപ്പാട് നോക്കിയിട്ട് നമ്മുടെ നോവ പോവുകയാണ്. ഒരിക്കലും താണ്ടി പോകാൻ പാടില്ല എന്ന് അവന്റെ അച്ഛൻ പറഞ്ഞ ആ ഒരു ടണലുണ്ടല്ലോ അത് താണ്ടിയിട്ടും അവൻ പോവുകയാണ്. ആദ്യമായിട്ടാണ് ഇതിനപ്പുറത്തേക്ക് അവൻ പോകുന്നത് തന്നെ. പോകുന്ന വഴിയിൽ പല കാഴ്ചകളും അവൻ കാണുന്നുണ്ട്. എന്നാൽ വ്യക്തമായിട്ട് അതെന്താണെന്ന് മനസ്സിലാവുന്നൊന്നുമില്ല. നമ്മളെ ഇപ്പോഴത്തെ അമ്പരച്ചുംബികളായിട്ടുള്ള പല അധികം കെട്ടിടങ്ങളുണ്ടല്ലോ ഇതെല്ലാം കാട് പിടിച്ച് മരങ്ങൾ മുളച്ച് അതങ്ങനെ കിടക്കുകയാണ്. ഇതിനിടയിലൂടെയാണ് നോവ അങ്ങനെ പോകുന്നത് കേട്ടോ. പോകുന്ന സമയത്ത് പ്രകൃതിയിലുള്ള മാറ്റങ്ങൾ, ചുറ്റുമുള്ള ശബ്ദങ്ങൾ ഇതെല്ലാം അവന്റെ ഉള്ളിൽ വല്ലാത്തൊരു ഭയം കൊടുക്കുന്നുണ്ട്. എന്നാലും മുന്നോട്ടേക്ക് തന്നെ ആ യാത്രയിൽ അവന്റെ അമ്മയുടെ ഒരു ഷാൾ ഉണ്ടായിരുന്നു. വഴിയിൽ വെച്ച് അവനത് കിട്ടുന്നുണ്ട്. യാത്രയുടെ ഇടയിൽ പല സമയത്ത് റെസ്റ്റ് ചെയ്യാനായിട്ട് ഇവൻ ഇരിക്കുന്ന സമയത്ത് അവന്റെ അച്ഛന്റെ ഒരു പരുന്തുണ്ട്. അത് അവന്റെ പിന്നാലെ തന്നെ വരികയാണ്. ഈ പരുന്തുകളാണെങ്കിൽ അവനോട് അത്ര യോജിക്കില്ല. അപ്പൊ പതിയെ അതിനൊന്ന് ഇണക്കാൻ വേണ്ടി നോക്കുമ്പോൾ പറന്ന് വന്ന് കാലിനൊരു മാന്തും കൊടുത്ത്, കാലിനല്ല കൈക്കൊരു മാന്തും കൊടുത്ത് ഈ ഒരു പരുന്ത് ഒറ്റ പോക്ക് പോവാണ്. അതായത് ഈ പരുന്തിനെ അവൻ അങ്ങനെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല. എന്തായാലും യാത്ര മുന്നോട്ടേക്ക് തന്നെ. പ്രോക്സിമ എന്ന് പറഞ്ഞാൽ ആ ഒരു കുരങ്ങന്മാർ മുഴുവനായിട്ട് താമസിക്കുന്ന ആ ഒരു സ്ഥലത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പോകുന്ന വഴിയിൽ ഒരു ഭാഗത്ത് ഭയങ്കരമായിട്ടുള്ള പുക. അതെന്താണെന്നറിയാൻ വേണ്ടി അവൻ പതിയെ അങ്ങോട്ടേക്ക് ഇറങ്ങി. അങ്ങനെ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് ഒരു ഭാഗത്ത് കാല് തട്ടി അവൻ താഴേക്ക് വീഴുകയാണ്. തൊട്ടു താഴെയായിട്ട് ഒരു തീക്കുണ്ടമാണ്. അതങ്ങനെ കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവന്റെ കാലൊരു വള്ളിയിൽ കുടുങ്ങിയത് കൊണ്ട് ആ തീയിലേക്ക് അവൻ വീണില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും അവനിങ്ങനെ ആടുകയാണ്. ഒരു വിധത്തിൽ വള്ളി പൊട്ടിച്ച് അവൻ താഴേക്ക് വീണപ്പോൾ മറ്റൊരു കുരങ്ങൻ വന്നിട്ട് ഈ ഷോക്കടിപ്പിക്കുന്ന മിഷൻ അവന്റെ നേരെ പിടിക്കുകയാണ്. എന്നാൽ അത് ആ ഒരു ചക്രവർത്തിയുടെ കീഴിലുണ്ടായിരുന്ന ആ കുരങ്ങായിരുന്നില്ല. അതുപോലെ തന്നെ നീയും ആ ഒരു മുഖം മൂടി കുരങ്ങന്മാരിൽപ്പെട്ട ആളാണോ എന്ന് നമ്മുടെ നോവയെ നോക്കിയിട്ട് ഈ കുരങ്ങൻ ചോദിക്കുന്നുണ്ട്. എന്നാൽ നോവയെ കണ്ട സമയത്ത് തന്നെ അവനൊരു പാവമാണെന്ന് ഈ കുരങ്ങന് മനസ്സിലായി. കൈ കൊടുത്ത് അവൻ എഴുന്നേൽപ്പിക്കുകയാണ്. പിന്നെ ഇവന്റെ പേരും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. റാക്ക എന്നാണ് ഈ ഒരു കുരങ്ങിന്റെ പേര്. നോവയും അവനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ശരിക്കും നോവയുടെ ആ ഒരു കൂട്ടത്തിന് എന്താണോ സംഭവിച്ചത് അത് തന്നെയാണ് റാക്കയ്ക്കും സംഭവിച്ചത്. എന്നാൽ ആ ഒരു ആക്രമണത്തിൽ നിന്നും അവർ വന്ന് പൊളിച്ചിരുന്നത് കൊണ്ടാണ് റാക്ക രക്ഷപ്പെട്ടത്. റാക്ക എന്ന് പറഞ്ഞാൽ അത്യാവശ്യം അറിവിനോട് താല്പര്യമുള്ള ആളാണ്. പണ്ട് സീസറിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു. അന്നത്തെ കാലത്ത് അവൻ സൂക്ഷിച്ചു വെച്ച ഒരുപാട് പുസ്തകങ്ങളൊക്കെ റാക്കയുടെ കയ്യിലുണ്ടായിരുന്നു. അതെല്ലാം ഇവിടുന്ന് കൊണ്ടുപോകാനായിട്ട് പെറുക്കി എടുത്തു വെക്കുന്നുണ്ട്. ഈ പുസ്തകങ്ങൾ അങ്ങനെ എടുത്തു വെക്കുന്ന സമയത്ത് അറിവിനെ കുറിച്ചും ഈ അറിവ് ആദ്യമായിട്ട് ഇവരിലേക്ക് എത്തിച്ച സീസറിനെ കുറിച്ചൊക്കെ റാക്ക അങ്ങനെ പറയുമ്പോൾ ഇപ്പൊ റാക്കയോട് നോ ചോദിക്കുകയാണ്, ആരാണ് ഈ സീസർ? സീസറിന്റെ പേര് പറഞ്ഞിട്ടാണ് ഞങ്ങളുടെ നാട്ടിലെ എല്ലാവരെയും അവന്മാര് കൊന്നു കളഞ്ഞത്. ഇപ്പൊ റാക്ക പറയാണ് അവന്റെ പേര് പറഞ്ഞിട്ട് അല്ലേ, ആരാണ് ഈ സീസർ എന്ന് ആ വന്ന കൊലയാളികൾക്ക് അറിയില്ല. നമ്മളുടെയൊക്കെ ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണം, നമ്മുടെ ഈ ചിന്താശേഷിക്ക് കാരണം, നമുക്ക് നമ്മുടെ കാലിൽ നിൽക്കാൻ കാരണക്കാരനായത് ഞങ്ങളുടെ സീസറാണ്. എന്നാൽ അവൻ അന്ന് ചെയ്തു വെച്ച ഒരു കാര്യം ഇന്നത്തെ കുരങ്ങുകൾ ഫോളോ ചെയ്യുന്നില്ല. അന്ന് മനുഷ്യരുമായിട്ട് അവന് വലിയ ബന്ധമായിരുന്നു. മനുഷ്യരെ ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്നാൽ മനുഷ്യരെ കാണുമ്പോൾ ഇന്നത്തെ എയ്പ്സുകൾ അവരെ ഉപദ്രവിക്കുകയാണ്. ഇനി മനുഷ്യരെ കുറിച്ച് പറയുകയാണെങ്കിൽ നീ അവരെ കണ്ടിട്ടുണ്ടോ? അങ്ങനെ വ്യക്തമായിട്ട് കണ്ടിട്ടില്ല എന്ന് നോ പറയാണ്. മനുഷ്യരുടെ കാര്യം പറയുകയാണെങ്കിൽ അവർക്കിങ്ങനെ സംസാരിക്കാനൊന്നും പറ്റില്ല. ഇപ്പോ ഒരു തരം കഴിവ് കെട്ട ജന്തുക്കൾ എന്നൊക്കെ ഇപ്പോ ഈ ഒരു റാക്ക അവന് പറഞ്ഞു കൊടുക്കുകയാണ്. ഇതേ സമയത്തിന് അവർ നടന്നുകൊണ്ടിരിക്കുന്നത് വലിയൊരു ബിൽഡിങ്ങിന്റെ ഉള്ളിലൂടെയാണ്. ഒരു കാലത്ത് മനുഷ്യർ ഇവിടെ താമസിച്ചിരുന്നു, അവരിവിടെ വെച്ച് ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും, സംസാരിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ റാക്ക അവന് പറഞ്ഞു കൊടുക്കുമ്പോൾ മനുഷ്യരുടെ ചിത്രം അവിടെ കാണുകയാണ്. അത് അവന് വല്ലാത്ത അത്ഭുതമായിട്ട് തോന്നുന്നുണ്ട്. ഇതിനുശേഷം അവർ നേരെ നമ്മുടെ ഈ ഒരു നോവയുടെ കുതിരയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവരുടെ ആ ഒരു നാട്ടിലേക്ക് വന്ന ആ ഒരു പെണ്ണുണ്ടല്ലോ, നോവയുടെ കുതിരയിൽ നിന്നും എന്തോ ഒന്ന് എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവൻ ഒച്ച വെച്ചപ്പോ ആ ഒരു പെണ്ണ്, അതൊരു പെണ്ണാണ് കേട്ടോ, അവൾ ഒരു ഒറ്റ ഓട്ട് വിടുകയാണ്. നാശം, ശല്യം എന്നൊക്കെ പറഞ്ഞിട്ട് നോവ അതിനെ ചീത്ത പറഞ്ഞ് ഓടിപ്പിക്കുക. എന്നാൽ റാക്ക അങ്ങോട്ടേക്ക് ഓടിപ്പോയിട്ട് പ്രശ്നമൊന്നുമില്ല, നീ ഇങ്ങോട്ടേക്ക് വന്നിട്ട് വിളിക്കുകയാണ്. എന്നാൽ ഭയം കാരണം ആ ഒരു പെൺകുട്ടി അവിടുന്ന് തിരിഞ്ഞു ഓടുകയാണ്. എന്തായാലും ഇതിനുശേഷം നോവയുടെ കൂടെ അവന്റെ യാത്രയിൽ കൂട്ടിച്ചേരാന്ന് ഇപ്പൊ റാക്കയും പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും കൂടെ യാത്ര ചെയ്യാണ്. രാത്രിയായ സമയത്ത് രണ്ടുപേരും വിശ്രമിക്കാനായിട്ട് ഒരു പാലത്തിന്റെ ചുവട്ടിൽ അങ്ങനെ ഇരിക്കുകയാണ്. ഇവരുടെ കയ്യിൽ കുറച്ച് ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതങ്ങനെ കഴിച്ചുകൊണ്ട് ഇവർ പോകുന്ന ആ ഒരു സ്ഥലത്തിനെ കുറിച്ചൊക്കെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ആ ഒരു പെൺകുട്ടി വീണ്ടും വരികയാണ്. ഇപ്പൊ റാക്കയ്ക്ക് മനസ്സിലായി എന്തിനാണ് ഇവരുടെ പിന്നാലെ ആ ഒരു പെണ്ണ് വരുന്നതെന്ന്. അതിനർത്ഥം അവൾക്ക് വിശക്കുന്നുണ്ട്. കുറച്ച് ആപ്പിള് അതിന് റാക്ക് ഇട്ട് കൊടുക്കുകയാണ്. വന്നിട്ട് അത് കഴിക്കാൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു പെൺകുട്ടി വല്ലാതെ തണുത്ത് വിറക്കുന്ന കണ്ടപ്പോൾ നോവയുടെ കയ്യിൽ അവന്റെ അമ്മയുടെ ആ ഒരു ഷാൾ ഉണ്ടായിരുന്നല്ലോ, അത് അവൾക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി പറയാണ്. എന്നാൽ ആദ്യം നോവ അതിന് സമ്മതിച്ചില്ല. എന്നാൽ ദയ കാണിക്കാൻ പറഞ്ഞപ്പോൾ അവനത് ഇട്ട് കൊടുക്കുകയാണ്. ദയനീയമായിട്ട് തന്നെ ഈ രണ്ട് കുരങ്ങുകൾ നമ്മൾ മനുഷ്യരെ നോക്കുകയാണ്. ഒരു വല്ലാത്ത അവസ്ഥ തന്നെ. അന്നത്തെ ആ ഒരു ലോകത്തിൽ സർവൈവ് ചെയ്യാനായിട്ട് മനുഷ്യർ ശരിക്കും നന്നായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. കാരണം ആധിപത്യം എപ്സിന്റെ കയ്യിലാണ്. കുറച്ചു കഴിഞ്ഞു രാത്രിയായപ്പോൾ റാക്ക കെടുക്കാണ്. എന്നാൽ
എന്നാൽ നമ്മുടെ നോവയാണെങ്കിൽ ആ ഒരു ബിൽഡിങ്ങിലൂടെ അങ്ങനെ നടക്കുമ്പോൾ വലിയൊരു ടെലിസ്കോപ്പ് അവൻ കാണുന്നുണ്ട്. അതെന്താണെന്നൊന്നും അവൻ മനസ്സിലാകുന്നില്ല. കുറെ അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ചു നോക്കി. ലാസ്റ്റ് അതിന്റെ ആ ഒരു നോക്കുന്ന ഭാഗത്തൂടെ അവൻ നോക്കിയപ്പോൾ ആകാശത്തുള്ള ആ ഒരു കാഴ്ചകൾ വ്യക്തമായിട്ട് അവൻ കാണുകയാണ്. ആദ്യമായിട്ടല്ലേ കാണുന്നത്. ഞെട്ടിപ്പോകുന്നുണ്ട് അവര്. ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി അതിന്റെ മുകളിലേക്കൊക്കെ വലിഞ്ഞു കയറുകയാണ്. ഇതേ സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് ആ ഒരു പെൺകുട്ടിയും വരികയാണ്. ഇതിന് തൽക്കാലം നോവയും അതുപോലെ തന്നെ നമ്മുടെ റാക്കയും വിളിക്കുന്നത് നോവ എന്ന് തന്നെയാണ് കേട്ടോ. സോ ഇങ്ങോട്ടേക്ക് വന്ന ഈ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, എങ്ങനെയാണ് നോവ അതിലേക്ക് നോക്കിയത് അതുപോലെ തന്നെ ആശ്ചര്യത്തോടു കൂടി നോക്കുകയാണ്. അവൾ ഇങ്ങനെ നോക്കുന്നത് കണ്ടപ്പോൾ ഈ നോവയ്ക്ക് വല്ലാത്ത അത്ഭുതം തോന്നുകയാണ്. അതായത് ഇവരുടെയൊക്കെ കാഴ്ചപ്പാടിൽ മനുഷ്യർ തീരെ കഴിവില്ലാത്ത വെറും ജന്തുക്കൾ മാത്രമാണ്. അപ്പൊ പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ഇവരുടെ യാത്രയ്ക്ക് മുന്നേ ആയിട്ട് തന്നെ റാക്കിയോട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇന്നലെ രാത്രി ഞാൻ അതിലൂടെ നോക്കിയപ്പോൾ എന്റെ കൂടെ തന്നെ വന്ന് അവളും ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. അതായത് ഈ ഒരു മനുഷ്യൻ ചിന്തിക്കുന്ന മനുഷ്യനാ തോന്നുന്നു, ഒരിച്ചിരി ബുദ്ധിയൊക്കെ ഉണ്ടെന്ന് പറയാണ്. എന്തായാലും നമ്മുടെ യാത്രയിൽ അതിനെ കൂടെ കൂട്ടാം, പാവമല്ലേ എന്നൊക്കെ റാക്ക പറയാണ്. അങ്ങനെ റാക്കയുടെ കുതിരപ്പുറത്ത് കയറിയിട്ട് ഇവരങ്ങനെ പോവുകയാണ് കേട്ടോ. പോകുന്ന വഴിയിൽ നമ്മുടെ ഈ ഒരു പെണ്ണിന് വേണ്ടി പല കാര്യങ്ങളും റാക്ക പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ കുറച്ചു ദൂരം മുന്നോട്ടേക്ക് പോയപ്പോൾ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ച കാണാണ്. ദേഹത്ത് വരെയുള്ള കുതിരകൾ, അതായത് സീബ്രകൾ. ആദ്യമായിട്ടാണ് നോവ അവറ്റകളെ കാണുന്നത്. അത്ഭുതത്തിൽ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. എന്നാൽ അതിനേക്കാൾ അത്ഭുതപ്പെടുന്ന മറ്റൊരു കാഴ്ച ഇവിടെ വെച്ച് ഇവർ മൂന്നുപേരും കാണുന്നുണ്ട്. നമ്മുടെ നോവയെ പോലെ, നോവ മീൻസ് ആ ഒരു പെണ്ണിനെയും നോവയാന്നാട്ടോ വിളിക്കുന്നത്. എന്തായാലും അവളെ പോലെയുള്ള മനുഷ്യരെ കാണിക്കുകയാണ്. എന്നാൽ ശരിക്കും പഴയ കാട്ടുജാതി മനുഷ്യരുണ്ടല്ലോ, ആ ഒരു കോലത്തിലായിരുന്നു അവർ വന്ന് വെള്ളം കുടിക്കുന്നതും അവരുടെ ആ ഒരു നടത്തുമൊക്കെ. ഇത് കാണുന്ന സമയത്ത് ഈ ഒരു പെൺകുട്ടി, അതായത് ഇവരുടെ കൂടെ വന്ന ഒരു പെൺകുട്ടിക്ക് ഭയങ്കരമായിട്ട് സങ്കടമാവുന്നുണ്ട്. എന്തായാലും റാക്കയും ആ ഒരു പെൺകുട്ടിയും ഇവിടെ ആക്കിയിട്ട് നോവ പോവാണ്. കാരണം അവൾക്ക് അവളുടെ കൂട്ടക്കാരെ കിട്ടിയല്ലോ. നോവ പോവാൻ നേരത്ത് എപ്പോഴും ഈ റാക്കയെ ഓർത്തിരിക്കാനായിട്ട്, അല്ലെങ്കിൽ സീസറെ ഓർത്തിരിക്കാനായിട്ട് ഒരു മാല നോവയ്ക്കായിട്ട് ഈ റാക്ക ഗിഫ്റ്റ് നൽകുന്നുണ്ട്. എന്തായാലും ആ ഒരു പെൺകുട്ടി ഇനി ഇവിടെ തന്നെയാണ് നിൽക്കാൻ പോകുന്നത്. എന്നാൽ നോവ പോകുമ്പോൾ അവന്റെ പിന്നാലെ പോകാനായിട്ട് ഈ ഒരു പെൺകുട്ടി താല്പര്യം കാണിക്കുകയാണ് കേട്ടോ. എന്നാൽ റാക്ക പിടിച്ചു വെച്ചിട്ട് ഇതാണ് നിന്റെ കൂട്ടക്കാരി, ഇവരുടെ കൂടെ നിൽക്കുന്നു പറഞ്ഞിട്ട് അവരുടെ അടുത്തേക്ക് റാക്ക ഈ ഒരു പെൺകുട്ടിയെ കൊണ്ടുപോകാൻ നേരത്ത് പെട്ടെന്നൊരു എന്താ പറയാ ഭയങ്കര ശംഖു ഊതുന്നൊരു ശബ്ദം കേൾക്കുകയാണ്. അധികം വൈകിയില്ല, കുതിരപ്പുറത്ത് ഒരുപാടധികം ഏപ്സുകൾ ഇങ്ങോട്ടേക്ക് പാഞ്ഞു വരികയാണ്. എല്ലാ മനുഷ്യരെയും വേട്ടയാടുകയാണ്, എല്ലാവരെയും പിടിക്കാൻ ശ്രമിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇപ്പൊ വന്നിട്ടുള്ള ആ ഒരു സിൽവ, അവന്റെ ആൾക്കാർ, ഇവർക്ക് വേണ്ടത് നോവയുടെ കൂടെ വന്ന ആ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, നമ്മുടെ പെൺകുട്ടി, അവളെ തന്നെയാണ്. ഇത് മനസ്സിലാക്കിയ ആ ഒരു പെൺകുട്ടി എങ്ങോട്ടെന്നില്ലാതെ ഓടുകയാണ് കേട്ടോ. ഓരോ ആൾക്കാരും പിടിച്ചുകൊണ്ട് വന്നിട്ട് സിൽവക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ ഇതൊന്നും അല്ല എന്ന് പറയാണ്. ആ സമയത്താണ് നമ്മുടെ പെണ്ണ് ഓടുന്നത് ഇവർ കാണുന്നത്. നേരെ അങ്ങോട്ടേക്ക് പായുന്നുണ്ട്. അവളിപ്പോ വലിയൊരു പുൽത്തോട്ടത്തിലേക്ക് കയറുകയാണ്. ഈ ഒരു പെൺകുട്ടി ആപത്തിലാണെന്ന് ഇവിടുന്ന് പോയ നമ്മുടെ നോവ മനസ്സിലാക്കി തിരിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ വരികയാണ്. എന്നാൽ ആ വലിയ പുൽമൈതാനത്തിൽ അവൾ എവിടെയോ ഒളിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. സിൽവയും അവന്റെ ആൾക്കാരും കൂടി ഇപ്പൊ ഏകദേശം അവളുടെ അടുത്ത് എത്താനായിട്ടുണ്ട്. അവരിങ്ങനെ നോക്കി നടക്കുകയാണ്. ഇപ്പൊ ആ ഒരു ഭാഗത്തേക്ക് നോവയും വന്നിട്ടുണ്ട്. ഇപ്പൊ എഴുന്നേറ്റ് നിന്ന് അവനെ വിളിച്ച് ഇങ്ങോട്ടേക്ക് ശ്രദ്ധ തിരിക്കുകയാണെങ്കിൽ നോവ രക്ഷപ്പെടുത്താനായിട്ട് ഇങ്ങോട്ട് വരും. എന്നാൽ തൊട്ടടുത്തുള്ള സിൽവയും അവന്റെ ആൾക്കാരും കാണും. എന്നാൽ രണ്ടും കൽപ്പിച്ച് ഈ പെൺകുട്ടി ചാടി എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് നോവ എന്ന് വിളിക്കുന്നുണ്ട്. നോവ ഇപ്പൊ അവളുടെ അടുത്തേക്ക് കുതിരയിൽ പാഞ്ഞു വരികയാണ്. അതുപോലെ തന്നെ അവളുടെ പിന്നാലെ സിൽവയും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്ന് ഒരു ഘട്ടത്തിൽ ഒരു പാറയിൽ ചവിട്ടി അവന്റെ പുറത്തേക്ക് ചാടി വീഴുകയാണ് ഈ ഒരു പെണ്ണ്. പിന്നാലെ പിടിച്ചു തൂങ്ങിയെങ്കിലും സിൽവക്ക് പിടുത്തം കിട്ടിയില്ല. അവൻ അവിടെ വീണു പോവാണ്. അതേ നേരം തന്നെ നമ്മുടെ ഈ ഒരു നോവയ്ക്കൊപ്പരം ഈ സിൽവയുടെ ഒരാൾ വരുന്നുണ്ട്. എന്നാൽ ഓപ്പോസിറ്റ് വന്ന റാക്കയുണ്ടല്ലോ, ഒരു വലിയ മുട്ടിയെടുത്ത് അവനിട്ട് ഒരൊറ്റ അടി കൊടുക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും കൂടെ രണ്ട് കുതിരപ്പുറത്തായിട്ട് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോവാണ്. ഒരുപാട് ദൂരത്തെത്തിയ സമയത്ത് ആ ഒരു പെൺകുട്ടി ഒരു പുഴയരിയിൽ അങ്ങനെ നിൽക്കുകയാണ്. എന്നാൽ അവളുടെ അടുത്തേക്ക് ഭയങ്കര അത്ഭുതത്തോട് കൂടിയിട്ട് നോവ് വരികയാണ്. എന്താ കാര്യം എന്ന് ഇപ്പൊ റാക്കയും ചോദിക്കുന്നുണ്ട്. അപ്പൊ നോവ് പറയാണ്, ആ പുല്ലിന്റെ ഇടയിൽ നിന്നും അവൾ എന്റെ പേര് ഉറക്കനെ വിളിച്ചു, അവള് സംസാരിച്ചു എന്ന്. മനുഷ്യർ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഇവർക്കൊരു അത്ഭുതം പോലെയാണ്. റാക്ക പറയാണ്, അത് നിനക്ക് വെറുതെ തോന്നിയതായിരിക്കും, നോവ സംസാരിക്കുന്നില്ല. എന്നാൽ തിരിഞ്ഞു നിന്ന് ഈ ഒരു പെൺകുട്ടി സംസാരിക്കുകയാണ്. എന്റെ പേര് നോവ എന്നല്ല, എനിക്ക് മറ്റൊരു പേരുണ്ട്, മേ എന്നാണ്. അന്തം വിട്ടുപോയ റാക്കയുടെ കയ്യിൽ നിന്നും ആ ഒരു തുണി വരെ നിലത്ത് വീണു പോകുന്നുണ്ട്. ഇതിനുശേഷം ഒരു ചെറിയ പൊത്തിന്റെ അടുത്ത് വന്നിരുന്ന് അവളുടെ അമ്മയാണ് ഇതുപോലെ ഇവിടെ സർവൈവ് ചെയ്യണമെങ്കിൽ സംസാരിക്കാതെ സൈലന്റ് ആയിട്ട് മിണ്ടാപ്രാണിയായിട്ട് ജീവിക്കണമെന്ന് ആ ഒരു ട്രെയിനിങ് അവൾക്ക് കൊടുത്തത്. അവളെ പോലെയുള്ള ആളുകൾ തേടിയിട്ടാണ് അവൾ ശരിക്കും ഇപ്പോൾ ഈ കാട്ടിലേക്ക് ഇറങ്ങിയത്. എന്നാൽ കാട്ടു മനുഷ്യരെ പോലെയുള്ള മനുഷ്യരെയാണ് അവൾ കണ്ടത്. അവർക്ക് സംസാരിക്കാനൊന്നും പറ്റില്ല. ഇപ്പൊ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് റാക്ക് ചോദിക്കണം, അപ്പൊ നിന്റെ അമ്മ എവിടെ? അമ്മ നിലവിൽ ഇപ്പൊ ജീവനോടെ ഇല്ല എന്ന് ഈ പെൺകുട്ടി പറയാണ്. മേ എന്നാണ് കേട്ടോ അവളുടെ പേര്. അങ്ങനെ അന്നേ ദിവസവും രാത്രിയായിട്ടുണ്ട്. കാടിന്റെ ഒരു ഭാഗത്ത് ഒരു ഇച്ചിരി തീയെല്ലാം കൂട്ടി വെച്ച് അവർ വിശ്രമിക്കുകയാണ്. നോവയാണെങ്കിൽ ഇവർ കൊണ്ടുവന്ന ആ ഒരു ഷോക്ക് അടിപ്പിക്കുന്ന ഒരു കുന്തം പോലെയുള്ള സാധനം ഉണ്ടല്ലോ, അതെന്താണെന്ന് അവൻ അതിനെ നോക്കി പഠിക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ വീണ്ടും അവരുടെ ആ ഒരു യാത്ര തുടങ്ങുകയാണ്. ഇത്തവണ വലിയൊരു പുഴയുടെ മുന്നിലേക്ക് ഇവർ എത്തുന്നുണ്ട്. ഭയങ്കര സ്പീഡിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു പുഴയാണ്. ഒരിക്കലും നീന്തിക്കൊണ്ട് ഈ ഒരു പുഴ കിടക്കാൻ കഴിയില്ല. കുറച്ച് മുന്നോട്ടേക്ക് പോയപ്പോൾ അവിടെ വലിയൊരു പാലം കാണുകയാണ്. ആ ഒരു പാലത്തിലൂടെ ഇവരങ്ങനെ പോകുന്ന സമയത്ത് ഇവരറിയാതെ തന്നെ ചില ആൾക്കാർ ഇവരുടെ പിന്നാലെ ഉണ്ടായിരുന്നു. പാലത്തിനടിയിലൂടെ ചില ആൾക്കാർ വരുന്നുണ്ട്. അത് ആ ഒരു സിൽവയുടെ ആൾക്കാരായിരുന്നു. എന്നാൽ കുറച്ച് മുന്നോട്ടേക്ക്, അതായത് പാലത്തിന്റെ നടുവിലെത്തിയപ്പോൾ മറുഭാഗത്തായിട്ട് സിൽവ നിൽക്കുന്നത് ഇവർ കാണുന്നുണ്ട്. പിന്നാലെ വേറെയും ആൾക്കാരുണ്ടെന്നുള്ള കാര്യം ഇവരറിയുന്നില്ല. തിരിഞ്ഞോടാൻ നോക്കുമ്പോൾ അവിടെയും ആൾക്കാർ വരികയാണ്. എന്ത് ചെയ്യണം എന്നുള്ള ആ ഒരു പരിഭ്രാന്തിയിൽ നിൽക്കുമ്പോൾ തന്നെ ഈ പാലത്തിനടിയിലൂടെ ചില ആൾക്കാരെ അള്ളി പിടിച്ചു വന്നില്ല. അതിലൊരുത്തൻ നമ്മുടെ നോവയുടെ ദേഹത്തേക്ക് ചാടിക്കയറി വീഴാണ്. അവനെ രക്ഷപ്പെടുത്താനായിട്ട് റാക്ക നോക്കുമ്പോൾ ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന മേയുടെ അടുത്തേക്ക് മറ്റൊരുത്തൻ ചാടി
വീഴുകയാണ്. എന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായി ഒന്നും തള്ളല്ലോ, ഇവര് രണ്ടുപേരും മേയും ആ ഒരു കുരങ്ങനും കൂടെ വെള്ളത്തിലേക്ക് വീഴുന്നുണ്ട്. വെള്ളത്തിന്റെ ആ ഒരു ഫോഴ്സിൽ അവൻ അപ്പം തന്നെ ഒലിച്ചുപോയി. പക്ഷെ മേയ്ക്ക് ഒരു വലയിൽ പിടുത്തം കിട്ടിയിട്ടുണ്ട്. വേഗം ഇത് കണ്ട റാക്ക ഓടി വന്നിട്ട് അവളെ രക്ഷപ്പെടുത്താൻ നോക്കുകയാണ്. ആ ഒരു വല പിടിച്ച് വലിക്കാൻ നോക്കുന്നുണ്ട്. വെള്ളത്തിന്റെ ആ ഒരു ഫോഴ്സ് കാരണം അവളെ അടുപ്പിക്കാൻ പറ്റുന്നില്ല. അതേസമയത്ത് തന്നെ ഇങ്ങോട്ടേക്ക് ആ ഒരു സിൽവ വന്നുകൊണ്ടിരിക്കുകയാണ്. നോവയ്ക്കാണെങ്കിൽ ഈ സിൽവയുടെ കൂട്ടത്തിൽപ്പെട്ട സാധാരണ ഒരാളെ പോലും അടിച്ച് തോൽപ്പിക്കാൻ പോലും കഴിയുന്നില്ല. നോവയെ അവൻ അടിച്ച് താഴെ കിടുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ഈ പെണ്ണിനെ രക്ഷപ്പെടുത്താനായിട്ട് നമ്മുടെ റാക്കയാണെങ്കിൽ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ട് ഒരു വിധത്തിൽ അവളെ പിടിച്ച് വലിച്ച് ആ ഒരു മരത്തടിയിലേക്ക് ആക്കി കൊടുക്കുകയാണ്. എന്നാൽ റാക്കയ്ക്ക് പിടികിട്ടിയത് ആ ഒരു വലയിൽ തന്നെയാണ്. നോവയെ നോക്കുകയാണെങ്കിൽ അവരെ അടിച്ച് കീഴ്പ്പെടുത്തി അവനങ്ങനെ എഴുന്നേൽക്കാൻ പോലും കഴിയാതെ അങ്ങനെ കിടക്കുകയാണ്. ഈ ഒരു സമയത്ത് ദയനീയമായിട്ട് തന്നെ റാക്ക നോവയെ നോക്കുന്നുണ്ട്. അങ്ങോട്ടേക്ക് വന്ന സിൽവിയാണെങ്കിൽ ഒരു കത്തി എടുത്തിട്ട് ആ വല പയ്യെ പയ്യെ മുറിച്ചു കളയാണ് അതിവേഗത്തിൽ ഒഴുകുന്ന ആ ഒരു വെള്ളത്തിലേക്ക്. പാവം നമ്മുടെ റാക്ക ചെന്നങ്ങ് വീഴാണ്, ഒലിച്ചങ്ങോട്ട് പോയി. ഇതിനുശേഷം രണ്ടുപേരെയും കെട്ടിയിട്ട് വലിച്ചുകൊണ്ട് പോവാണ് ഈ ഒരു സിൽവയും അവന്റെ ആൾക്കാരും കൂടെ. പിന്നീട് കുറെ ദൂരം തീരത്തൂടെ അങ്ങനെ നടക്കുന്നുണ്ട്. അവസാനം ഒരുപാട് കുരങ്ങുകളെല്ലാം താമസിക്കുന്ന ഒരുപാട് ടെന്റുകളുള്ള ഒരു സ്ഥലത്തേക്ക് ഇവരെത്തി. അവിടെ എത്തിയ വാർഡിനെ നോക്കുമ്പോൾ ഒരുപാടധികം ഏപ്സുകളായിരുന്നു പഴയ ആ ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത്. ഇവിടെ എത്തിയപ്പോ ഈ ഒരു പെണ്ണുണ്ടല്ലോ, അതായത് മേ, അവളൊരു ഭാഗത്തേക്കും അതുപോലെ തന്നെ നമ്മുടെ നോവയെ മറ്റൊരു ഭാഗത്തേക്ക് അയക്കാണ്. അവന്റെ കയ്യിൽ ആ ഒരു കെട്ടെല്ലാം മുറിച്ചിട്ട് പണിയെടുപ്പിക്കാനായിട്ട് അടിമയാക്കാനായിട്ടാണ് ഇവിടുത്തെ ആ ഒരു ഗ്രൗണ്ടിൽ കൊണ്ടുവന്നിടുന്നത്. എന്നൊന്നും തിരിയാതെ എന്താ ഇവിടെ സംഭവിക്കുന്നതെന്ന് പോലും മനസ്സിലാവാതെ നോവ ചുറ്റും നോക്കുമ്പോൾ പെട്ടെന്ന് ഒരാൾ അവന്റെ അടുത്തേക്ക് ഓടി വരികയാണ്. ആരായിരുന്നു അത്? അവന്റെ പെണ്ണുണ്ടല്ലോ, സൂന. അവളായിരുന്നു. സൂന വന്ന് കെട്ടിപ്പിടിച്ചിട്ട് പറയാണ്, നോവ, ഞാൻ വിചാരിച്ചു നീ മരണപ്പെട്ടു പോയെന്ന്. നീ വീഴുന്നത് ഞാൻ കണ്ടെയാണ്. അമ്മ എവിടെയെന്നൊക്കെ പെട്ടെന്ന് തന്നെ നോവ ചോദിക്കുമ്പോൾ ഇവിടെ ഉണ്ട് എന്ന് പറയാണ്. പിന്നീടാണ് നമ്മുടെ നോവ ചുറ്റും നോക്കുന്നത്. അതായത് ഇവിടെ കൊണ്ടുവന്ന ബാക്കിയുള്ള എപ്സുകളെ കൊണ്ട് കഠിനമായിട്ട് പണിയെടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തോ വലിയൊരു കാര്യം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ മറ്റൊരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഈ മേ ഉണ്ടല്ലോ, അവളെ ഒരു ഏപ്പ് കൊണ്ടുവന്നിട്ട് ഒരു റൂമിലേക്ക് തള്ളിയിട്ട് അത് പുറത്തുനിന്ന് ലോക്ക് ചെയ്തിട്ട് പോവാണ്. മേ ആ ഒരു റൂമിലൂടെ അങ്ങനെ നടക്കുന്നുണ്ട്. അവിടെ ഒരുപാടധികം പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു, ആയുധങ്ങൾ ഉണ്ടായിരുന്നു. അതിലൊരെണ്ണം മേ അങ്ങനെ നോക്കുമ്പോൾ കുറച്ച് വൃദ്ധനായിട്ടുള്ള ഒരാൾ അങ്ങോട്ടേക്ക് വരികയാണ്. എന്നാൽ കാട്ടിൽ കണ്ടതുപോലെയുള്ള കാട്ടുമനുഷ്യരായിരുന്നില്ല, ശരിക്കുള്ള ഒരു മനുഷ്യൻ തന്നെയായിരുന്നു. എന്തായാലും മേയെ വെൽക്കം ചെയ്യുന്നുണ്ട്. ശരിക്കും നീ എവിടുന്നാ വരുന്നത് എന്നൊക്കെ ഒരു ചായ കുടിച്ചുകൊണ്ട് വളരെ നോർമൽ ആയിട്ടുള്ള ഒരു മനുഷ്യനായിട്ട് തന്നെ ഇയാൾ മേയോട് ചോദിക്കുമ്പോൾ നിങ്ങൾ ആദ്യം നിങ്ങളുടെ കാര്യം പറയാന്ന് പറയും. ഇപ്പൊ ഈ ഒരു മനുഷ്യൻ സത്യം പറഞ്ഞാൽ ഈ ഏപ്സുകളുടെ ട്രാപ്പിൽ തന്നെയാണ്. ഇവിടുന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കിയതാണ്, തീരത്ത് വരെ എത്തി. എന്നാൽ അവസാനം കുരങ്ങൾ പിടിച്ച് ഇയാളുടെ കാല അടിച്ചൊടിച്ചു. അവസാനം ഇതാ ഞാൻ ആ ഒരു പ്രോക്സിമസിന്റെ കീഴിൽ ഒരു ജയിലിൽ കഴിയുന്നത് പോലെ ഇവിടെ കഴിയുന്നു. ഇതേ സമയത്ത് തന്നെ നോവയെ ഇപ്പോ സൂന നേരെ അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോവാണ്. അമ്മയെ കണ്ട പാട് തന്നെ അവൻ ഓടിച്ചെന്ന് അമ്മയെ കെട്ടിപ്പിടിച്ച കാര്യമാണ്. കാരണം അവരുടെ അച്ഛൻ മരിച്ചുപോയല്ലോ. ഇതേ സമയത്ത് തന്നെ വലിയ കുഴലൂത്തിന്റെ ഒരു ശബ്ദം കേട്ട് എല്ലാവരും അങ്ങോട്ടേക്ക് പോവുകയാണ്. ഇപ്പൊ നോവയോടും അങ്ങോട്ടേക്ക് പോകാനായിട്ട് അവന്റെ അമ്മ പറയാണ്. നോക്കുമ്പോൾ വലിയ ശബ്ദം ഉണ്ടാക്കുന്ന രീതിയിൽ ചെണ്ട കൊട്ടുന്ന പോലെ ഒരു ഇരുമ്പിലെ രണ്ട് കുരങ്ങന്മാരടിക്കാണ്. അതുപോലെ തന്നെ ഇവരുടെ രാജാവായിട്ടുള്ള പ്രോക്സിമസും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എല്ലാവരും ഭയങ്കര ബഹുമാനത്തോടു കൂടിയാണ് അവനെ നോക്കുന്നത്. വന്ന പാട് തന്നെ ഒരു ടവറിന്റെ മുകളിൽ അവൻ കയറി നിൽക്കുകയാണ്. എന്നിട്ട് പഴയ സീസർ ഉണ്ടല്ലോ, ഇവരാക്കിയ സീസറിന്റെ വാക്കുകൾ പറഞ്ഞ് ഇവരെല്ലാം കീഴ്പ്പെടുത്തി, അല്ലെങ്കിൽ അതിലേക്ക് ഈ മതനേതാക്കളൊക്കെ ചെയ്യൂലേ, അതേ പരിപാടിയാണ് ഇപ്പൊ ഈ പ്രോക്സിമസും ചെയ്യുന്നത്. അവസാനം പറയാണ്, സീസറിന്റെ വാക്കുകളും സീസർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തുകൊണ്ട് ഞാനാണ് ഈ കാലഘട്ടത്തിലെ സീസർ. നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി നന്നായിട്ട് പണിയെടുക്കുക, പല കാര്യങ്ങളും ചെയ്തു തരാം. ദാ ഇപ്പൊ തന്നെ ആ കാണുന്ന വാതിലുണ്ടല്ലോ, നമുക്കായിട്ട് എന്തോ ഒന്ന് ആ വാതിലിനപ്പുറം ഉണ്ട്, നമുക്കത് തകർക്കണം, അത് തുറന്ന് നമുക്ക് എടുക്കണം എന്ന് പറയാണ്. നേരത്തെ നമ്മുടെ നോവ വന്നപ്പോൾ ആ വാതിൽമേലാണ് എന്തൊക്കെയോ കയറ്റി വെക്കുന്നത് കണ്ടത്. അത് ശരിക്കും വെടിമരുന്നായിരുന്നു. അങ്ങനെ അവസാനം ആ ഒരു വെടിമരുന്നിനെല്ലാം തീ കൊളുത്തി ആ വാതിൽ വലിച്ചു പൊളിക്കാൻ നോക്കുന്നുണ്ട്. ഈ ഒരു കാര്യമൊക്കെ മുകളിൽ നിന്നുകൊണ്ട് ഒരു തകർന്ന കപ്പലിന്റെ ഉള്ളിലാണ് ആ താടിക്കാരുണ്ടല്ലോ ത്രിവേത്രൻ, അയാളെയും അതുപോലെ തന്നെ മേയും പൂട്ടിയിട്ടുള്ളത്. ഇവരും ഇത് കാണുന്നുണ്ട്. അങ്ങനെ ആവേശത്തോട് കൂടിയിട്ട് എല്ലാ ഏപ്സും ആ ഒരു വാതിൽ തുറക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടും അത് തുറക്കാൻ കഴിയുന്നില്ല. ഇത് കണ്ട പ്രോക്സിമസിന്റെ മുഖമൊക്കെ ആകെ മാറുന്നുണ്ട്. കുഴപ്പമില്ല, നാളെ തുറക്കാന്ന് പറയണം. ഇന്ന് എന്തിനായിരിക്കും ആ ഒരു വലിയ വാതിൽ പ്രോക്സിമസ് തുറക്കാൻ നോക്കുന്നത്? ഈ സംശയം കണ്ടുനിന്ന മേയ്ക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ചിലപ്പോൾ അവർക്ക് വിലപ്പെട്ട എന്തെങ്കിലും ഒന്ന് അതിന്റെ ഉള്ളിൽ ഉണ്ടാവുമായിരിക്കും. എന്നാൽ അതൊന്നുമല്ല, മനുഷ്യർ പണ്ട് ഉപയോഗിച്ചിരുന്ന എന്തോ ഒരു ടെക്നോളജിയാണ്. എന്തായാലും അത് അവരുടെ കയ്യിൽ കിട്ടിയിട്ട് ഒരു കാര്യമില്ല. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അവളിങ്ങനെ പറയുമ്പോൾ ത്രവേത്രന് അതിനെ എതിർക്കാണ്. വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ നിൽക്കണ്ട, നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഇതിപ്പോ നമ്മുടെ ലോകമല്ല, അവരുടെ കയ്യിലാണ്. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും കളിച്ചാൽ മതി എന്ന് പറയണം. ഇവിടെ സീൻ കട്ടായി. അടുത്ത സീനിൽ നോവയെ കൂട്ടിക്കൊണ്ട് ഒരു ഏപ്പ് നേരെ ഇവരുടെ ചക്രവർത്തി അതായത് പ്രോക്സിമസിന്റെ അടുത്തേക്ക് പോവുകയാണ്. അയാളുടെ സിംഹാസനത്തിന് മുന്നിലായിട്ട് ഒരു ടേബിൾ ഉണ്ടായിരുന്നു. അതിൽ നിറയെ ഭക്ഷണം ഉണ്ടായിരുന്നു. അതിന്റെ രണ്ട് വശത്തായിട്ട് മേ അതുപോലെ തന്നെ ത്രവേത്രൻ ഇവർ രണ്ടുപേരും ഇരിക്കുന്നുണ്ട്. ഇവരോട് കാര്യമായിട്ട് തന്നെ എന്തോ കാര്യങ്ങൾ ഈ ഒരു പ്രോക്സിമസ് സംസാരിക്കുന്നുണ്ട്. അങ്ങോട്ടേക്കാണ് ഇപ്പൊ നോവയെ കൊണ്ടുവരുന്നത്. അവനോടും ആ ഒരു ടേബിളിൽ ഇരിക്കാൻ പറയാണ്. അതായത് ശരിക്കും പ്രോക്സിമസ് ഈ ഒരു ഏപ്പിന്റെ ആഗ്രഹം എന്താന്ന് വെച്ചാൽ പണ്ട് മനുഷ്യർ എങ്ങനെയായിരുന്നു അതുപോലെ അവനും മാറണം. ഇപ്പൊ അവിടെ വന്നിരുന്ന നോവയോട് പറയാണ്, നിനക്കറിയോ ഈ മനുഷ്യർ ആരാണെന്ന്? മലകൾ വരെ നിരത്താൻ അവരെ കൊണ്ട് കഴിയായിരുന്നു. വെള്ളത്തിലൂടെ അവർ സഞ്ചരിക്കും, ആകാശത്തിൽ കൂടെ അവർ സഞ്ചരിക്കും. അവർ ഈ ഭൂമിയിൽ പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ നമുക്കും ചെയ്യണം. എന്നാൽ ഒരുപാട് കാലത്തെ എവല്യൂഷൻ അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവരെ പോലെ ആകാൻ കഴിയുള്ളൂ. എന്നാൽ അത്രയും നാളൊന്നും നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. ദാ കാണുന്ന മുറി, അതിന്റെ ഉള്ളിൽ ഒരുപാട് നോളേജ് ഉണ്ട്. ആ നോളേജ് അത് നമുക്ക് എടുക്കണം, നമുക്കും അതുപോലെയൊക്കെ പഠിക്കണം. അപ്പൊ ആ ഒരു
വാതിൽ അതെങ്ങനെയാ തുറക്കുക, അതിന്റെ ഉള്ളിൽ ശരിക്കും എന്താണ്, ഈ കാര്യങ്ങളൊക്കെയാണ് പ്രോക്സിമസിന് അറിയേണ്ടത്. അതിനുവേണ്ടി തന്നെയാണ് നമ്മുടെ മേയെ അവൻ തട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്. എന്നാൽ മേ ഒരു കാര്യം പറയുന്നുണ്ട്, അതൊരിക്കലും നിങ്ങൾക്ക് അവകാശപ്പെട്ടതല്ല, കിട്ടാനും പോകുന്നില്ല. ദേഷ്യം വന്ന് എഴുന്നേറ്റ് നിൽക്കുകയാണ് പ്രോക്സിമസ്. പക്ഷെ അവൾ ഉപദ്രവിക്കുന്നൊന്നുമില്ല. ഇപ്പൊ നോവയുടെ അടുത്തേക്ക് വന്നിട്ട് പറയാണ്, നിന്നോട് ഇവൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞായിരുന്നു. എന്നാൽ നോവയോടും ഇതിനെക്കുറിച്ച് ഈ ഒരു പെണ്ണ്, അതായത് മേ ഒന്നും പറഞ്ഞിട്ടില്ല. സത്യം പറഞ്ഞാൽ നോവയൊക്കെ എന്താ വിചാരിച്ചിരിക്കുന്നത്, ഒരു മൃഗത്തിനെ പോലെയുള്ള ഒരാളാണ് ഈ മേ എന്ന്. പക്ഷേ അവൾ അങ്ങനെയല്ലല്ലോ, ബാക്കിയുള്ള മനുഷ്യരെ പോലെ അല്ലല്ലോ അവള്. മാത്രമല്ല എന്തിനാണ് നോവയെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത്, അതിനൊരു കാരണമുണ്ട്. അതായത് ഇയാളുടെ പടയാളികൾ ഉപയോഗിക്കുന്ന ഒരു ഷോക്ക് അടിപ്പിക്കുന്ന മെഷീൻ ഉണ്ടല്ലോ, അത് കംപ്ലൈന്റ് ആയ സമയത്ത് അതിനെ നന്നാക്കി സ്വയം ഒരു ആയുധമാക്കി ഉപയോഗിച്ച ആളാണ് നമ്മുടെ നോവ. അപ്പൊ അവനെ പോലെ ഇന്റലിജന്റ് ആയിട്ടുള്ള ആൾക്കാര് ഈ ഒരു പ്രോക്സിമസിന് അവന്റെ കീഴിൽ വേണം. എന്തായാലും ഇപ്പൊ നോവയെ കൂട്ടിക്കൊണ്ട് നേരെ മുകളിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ഒരുപാട് കുരങ്ങുകളെ കാണിച്ചുകൊണ്ട്, ഇവിടെ നീ എന്താ കാണുന്നേ, അത് നിനക്കൊന്ന് പറയാൻ പറ്റുമോ? എന്നാൽ ചക്രവർത്തിയോടുള്ള ആ ഒരു പേടി വെച്ച് അവനൊന്നും പറയാതിരുന്നില്ല കേട്ടോ. അവൻ പറയാണ്, ഒരുപാട് ഗോത്രങ്ങളെ ബലമായിട്ട് ഇവിടെ നിങ്ങൾ പിടിച്ചുകൊണ്ടെന്ന് വെച്ചിരിക്കുകയാണ്. എന്നാൽ അവന്റെ മുഖത്തേക്ക് നോക്കിയ പ്രോക്സിമസ് പറയാണ്, ഒരിക്കലുമല്ല, ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു കിണ്ടാണ്, വലിയൊരു രാജ്യമാണ്. ആ കാണുന്ന 2 മനുഷ്യന്മാരുണ്ടല്ലോ, 2 എണ്ണത്തിന് വിശ്വസിക്കാൻ കഴിയില്ല. നമ്മൾക്ക് മുന്നേ ആ ഒരു വലിയ മുറിയിലെ രഹസ്യം അവരെടുക്കാനാണ് നോക്കുന്നത്. അത് കിട്ടിക്കഴിഞ്ഞാൽ ഈ മനുഷ്യന്മാര് ഭയങ്കര ഡേഞ്ചർ ആവുമെന്ന് പറയണം. എന്തായാലും ഇവിടെ സീൻ കട്ടായി. അടുത്ത സീനിൽ ഇപ്പൊ നോവ അവന്റെ അമ്മയുടെ കൂടെയാണ്. അവർക്ക് ഈ ഒരു സ്ഥലമൊന്നും അങ്ങനെ സെറ്റ് ആവുന്നില്ല. അവർക്ക് അവരുടെ ആ ഒരു ഗോത്രത്തിലേക്ക് തന്നെ തിരിച്ചു പോകണം, അതായത് അവരുടെ ആ ഒരു പഴയ സ്ഥലത്തേക്ക്. എന്നാൽ അതത്ര എളുപ്പമുള്ള ഒരു കാര്യമാണോ? തീർച്ചയായിട്ടും അല്ല. അവരെങ്ങനെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടുത്തണം, ആ ഒരു ഉദ്ദേശം മാത്രമേ ഇപ്പൊ നമ്മുടെ നോവയ്ക്കുള്ളൂ. ഇതേ സമയത്ത് തന്നെ അവൻ ഒരിക്കലും അനുസരിക്കാതിരുന്ന അവന്റെ അച്ഛന്റെ ആ ഒരു പരുന്നുണ്ട്, ഇപ്പൊ ഇങ്ങോട്ടേക്ക് വരികയാണ്. അവന്റെ കൈയുടെ മുകളിൽ അനുസരണയോടുകൂടി അതങ്ങനെ ഇരിക്കുന്നുണ്ട്. പിന്നീട് അന്ന് രാത്രിയായപ്പോ നോവയുണ്ടല്ലോ, ഇപ്പൊ ഈ ഒരു മേയെ കാണാനായിട്ട് അവളുടെ ആ ഒരു സ്ഥലത്തേക്ക് കയറി പോവാണ്. അവിടെ എത്തിയ പാടിന് അവളെ നോക്കിയിട്ട് പറയണം, നീ എന്നെ ചതിക്കുകയായിരുന്നല്ലേ. അതായത് ഒരു മിണ്ടാപ്രാണിയെ പോലെ, സാധാരണ കാട്ടുമനുഷ്യന്മാരെ പോലെ അഭിനയിച്ചുകൊണ്ട് മേ നോവയുടെ കൂടെ കൂടിയതാണ്. അതിന്റെ പിന്നിൽ അവൾക്ക് എന്തൊക്കെയോ ഉദ്ദേശമുണ്ട്. അത് മനസ്സിലായതുകൊണ്ട് തന്നെയാണ് നോവ ഇങ്ങനെ ചോദിക്കുന്നത്. അതുപോലെ നോവയ്ക്ക് വേറൊരു കാര്യം കൂടെ അറിയണം, ആ ഒരു നിലവറ അതിന്റെ ഉള്ളിൽ എന്താണ് എന്ന്. ഇവിടെ വെച്ച് അത് മറയ്ക്കാനൊന്നും നോവ നിൽക്കുന്നില്ല കേട്ടോ. അവള് പറയാണ്, നോളേജ്, അറിവ്. സംസാരിക്കാൻ കഴിയാത്ത കാട്ടിലെ മനുഷ്യരെ കണ്ടില്ലേ, അവരെ വരെ സംസാരിപ്പിക്കാൻ ശേഷിയുള്ള ബുക്ക് പോലെയുള്ള ഒരു കാര്യം എന്ന് പറയണം. എന്നാൽ നോവയ്ക്ക് ഇത് കേട്ട അത്ഭുതം തോന്നുന്നു. എന്ത്, ഒരു പുസ്തകത്തിന് ഒരാളെ കൊണ്ട് സംസാരിപ്പിക്കാൻ പറ്റുമോ? എന്തായാലും നിലവറയിലേക്ക് പോകാനായിട്ട് മറ്റൊരു വഴിയുണ്ടെന്ന് പറയാണ്. അത് ഈ നോവയ്ക്ക് നന്നായിട്ട് അറിയാം. കൂടെ വരുമോന്ന് നോവയോട് ചോദിക്കുകയാണ്. കാരണം അവനും അവന്റെ കുടുംബത്തിനും ഇത് കാരണം ഒരു ബെനിഫിറ്റ് ഉണ്ടാവും. അങ്ങനെ ആ രാത്രി തന്നെ ഇവർ 2 പേരും കൂടെ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു പരിപാടിക്ക് ഒരാളുടെ കൂടെ സഹാവശ്യമാണ്. നോവയുടെ പെണ്ണായിട്ടുള്ള സൂന. അവളെ പോയിട്ട് വിളിക്കുകയാണ്. പിന്നീട് അമ്മയോട് യാത്ര പറഞ്ഞ് ഇവർ പോകുന്നുണ്ട്. ശരിക്കും അമ്മയ്ക്ക് നല്ല ഭയം ഉണ്ടായിരുന്നു, ഇവർ ഈ രാത്രിയിൽ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ആലോചിച്ചിട്ട്. എന്തായാലും പിന്നീട് ഇപ്പൊ ഈ മേയുടെ കൂടെ നോവ അതുപോലെ സൂന 2 പേരും പോയിട്ട് ഒരുപാട് വെടിമരുന്ന് കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട് അവിടെ. അതെല്ലാം ഒരുപാട് സ്ഥലത്ത് അങ്ങനെ എന്താ പറയാ കൂട്ടി വെക്കുന്ന സമയത്ത് ഇവരിങ്ങനെ ഓരോ കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട്. ഏതോ ഒരു സ്ഥലത്തേക്ക് വള്ളി പിടിച്ച് ഒരുപാട് ഉയരത്തിലേക്ക് കയറാണ്ട് അതിന് നമ്മളെ കൊണ്ട് പറ്റുമോ എന്നൊക്കെ. ഇത് കേട്ടുകൊണ്ട് മറ്റൊരു ചിമ്പാൻസി അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ഇവരാകെ പേടിച്ചു പോയി. പെട്ടെന്ന് ആ ഒരു ചിമ്പാൻസി ഇവരുടെ അടുത്തേക്ക് വന്നിട്ട് പറയാണ്, ഞാനില്ലാതെ എങ്ങനെയാണ് അത്ര ഹൈറ്റിലേക്ക് നിങ്ങൾ ഒറ്റയ്ക്ക് കയറുക, ഞാനും കൂടെ നിങ്ങളെ സഹായിക്കുന്നു പറയാണ്. ഇവർക്ക് സന്തോഷമായി കേട്ടോ, ടീമിലേക്ക് ഒരാൾ കൂടെ വന്നല്ലോ. ഇതിനിടയിൽ ഇവർ ചെയ്യുന്ന ഈ ഒരു കാര്യം കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് തെവേത്രൻ വരുന്നുണ്ട്. അയാളിപ്പോ നമ്മുടെ മേയെ വാൺ ചെയ്യാണ്, ഒരിക്കലും നീ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടക്കാൻ പോകുന്നില്ല, ഞാൻ എന്തായാലും ഇത് നടത്തിക്കാനും പോകുന്നില്ല. പ്രോക്സിമസിനോട് ഞാൻ ഈ ഒരു കാര്യം ചെന്ന് പറയുന്നു പറഞ്ഞിട്ട് ഇയാൾ പോകുന്ന സമയത്ത് പിന്നാലെ ചെന്ന മേ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ലാത്തതുകൊണ്ട് അയാളെ കഴുത്ത് ഞെരിച്ച് കൊന്നുകളയാണ്. അതായത് മേയ്ക്ക് വലിയ എന്തോ ഒരു ഉദ്ദേശമുണ്ട്, അത് ഉറപ്പാണ്. അല്ലാതെ ഒരാളിങ്ങനെ കൊല്ലേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഒരിക്കലും ഈ ഒരു ബോഡി പ്രോക്സിമസ് കാണാൻ പാടില്ല. അതുകൊണ്ട് തന്നെ മുകളിൽ നിന്ന് താഴേക്കെടുത്ത് വലിച്ചെറിയുന്നുണ്ട് നമ്മുടെ 3 പിള്ളേരും കൂടിയിട്ട്. ആരൊക്കെ? നോവയും സൂനയും പിന്നെ ഇപ്പൊ വന്ന ഒരു ചിമ്പാൻസിയും. ഇതിനുശേഷം കടലിന്റെ അരികിലൂടെ ഇവർ 4 പേരും അങ്ങനെ പോവാണ്. നല്ല തിരമാല വന്ന് അടിക്കുന്നുണ്ട്. സൂനയ്ക്ക് ശരിക്കും പേടിയാവുന്നുണ്ട്. അങ്ങനെ ഇവർ മുന്നോട്ടേക്ക് പോയിട്ട് ഒരു സ്ഥലം കാണിച്ചിട്ട് ഇപ്പൊ മേ പറയാണ് ഇവിടുന്ന് മുകളിലേക്ക് ക്ലൈംബ് ചെയ്യണമെന്ന്. മറ്റേ ഒരു സൂനയും അതുപോലെ തന്നെ മറ്റേ ചിമ്പാൻസിയും ഒറ്റയ്ക്ക് കയറുന്നുണ്ട്. എന്നാൽ നോവ കയറുമ്പോൾ അവന്റെ പുറത്ത് അള്ളി പിടിച്ചിരിക്കുകയാണ് മേ. കാരണം ഇവർ കയറുന്നത് പോലെ ഒരു മനുഷ്യന് കയറാൻ പറ്റില്ലല്ലോ. അങ്ങനെ അവസാനം ക്ലൈംബ് ചെയ്തുകൊണ്ട് ഒരുപാട് ഹൈറ്റിലേക്ക് ഇവരെത്തുന്നുണ്ട്. ഭയങ്കര അപകടം പിടിച്ച ഒരു ക്ലൈംബ് തന്നെയായിരുന്നു അത്. അവസാനം മുകളിലേക്ക് കുറച്ച് പരന്നതായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് എത്തുകയാണ്. നോക്കുമ്പോൾ ഒരു വലിയ എന്തോ ഒരു ലാബിന്റെ എക്സ്ഹോസ്റ്റ് സിസ്റ്റം ആയിരുന്നു. വലിയൊരു ഫാൻ തന്നെയായിരുന്നു അത്. അതിന്റെ പല ഭാഗങ്ങളും തകർത്ത് വെച്ചിട്ടുണ്ട്. അതിലൂടെ ഇവർ പുള്ളിലേക്ക് അടക്കാണ്. സത്യം പറഞ്ഞാൽ ഇത്ര കാലമായിട്ടും ഇങ്ങനെ ഒരു വഴിയുള്ള കാര്യം പ്രോക്സിമസ് അറിഞ്ഞതേയില്ല. ഇനി പറഞ്ഞതുകൊണ്ടും വലിയ കാര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം അതിന്റെ ഉള്ളിലുള്ളത് ടെക്നോളജിപരമായിട്ടുള്ള ഒരുപാട് വലിയ കാര്യങ്ങളായിരുന്നു. ഇതെല്ലാം പഠിച്ചെടുക്കണമെങ്കിൽ പ്രോക്സിമസിനെ പോലെയുള്ള ഒരു കുരങ്ങിന് എത്ര കാലെടുക്കും. എന്തായാലും ഇതിന്റെ ഉള്ളിലേക്ക് മേ വന്നതിന് അവളുടേതായ ഒരു പ്രത്യേകതരം ലക്ഷ്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. അതെ, അവള് വേഗം വന്ന പാട് തന്നെ ജനറേറ്ററും കാര്യങ്ങളൊക്കെ ഓൺ ആക്കുന്നുണ്ട്. ആ ഒരു വെളിച്ചം കണ്ട് ഈ ഒരു എപ്സുകൾ ആകെ പേടിച്ചു പോവാണ്. എന്തായാലും ഇതിനുശേഷം ഇവരൊന്നും കൂട്ടാതെ മറ്റൊരു ഭാഗത്തേക്ക് പോയിട്ട് മേ ഒരു ഹാർഡ് ഡിസ്ക് എവിടുന്ന് ഊരിയെടുക്കുകയാണ്. അത് തന്നെയാണ് അവൾക്ക് വേണ്ടത്. അതിന്റെ പുറമെ അവിടെ ഉണ്ടായിരുന്ന ഒരു വെപ്പൺ ബോക്സ് ഉണ്ടായിരുന്നു. അതിലേക്കും അവള് നോക്കുന്നുണ്ട്. എന്തായാലും വന്ന കാര്യം നടന്നല്ലോ. അങ്ങനെ ഇപ്പൊ നോവയും കൂട്ടിയിട്ട് നേരെ മെയിൻ ഡോറിന്റെ അടുത്തേക്ക് മേ പോവുകയാണ്. അതായത് ഈ മെയിൻ ഡോർ തുറന്ന് ഇവർക്ക് എന്തോ ഒരു പദ്ധതിയുണ്ട്. സോ അതിന്റെ ആ ഒരു പാസ്വേഡും കാര്യങ്ങളൊക്കെ ഉള്ളിൽ നിന്ന്
അടിച്ച സമയത്ത് ഈ ഒരു ഡോറ് പതിയെ പതിയെ തുറന്നു വരികയാണ്. ഏകദേശം രാവിലെ ആയിട്ടുണ്ട്. സൂര്യപ്രകാശം എല്ലാം ഉള്ളിലേക്ക് വരുന്നുണ്ട്. വാതിൽ തുറന്ന വാടി ഇവർ കാണുന്നത് ആരെയാണ്? നമ്മുടെ നോവയുടെ അമ്മയെ മുൻനിർത്തിക്കൊണ്ട് അവൻ ഉള്ളിലേക്ക് വരികയാണ്. നോവയെ നോക്കിയിട്ട് പറയണത്, ശരിക്കും നീ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഏപ്പാണ്. നിന്നെപ്പോലെ ഉപകാരപ്പെട്ടവൻ എന്റെ കൂട്ടത്തിൽ ഒരുത്തനുമില്ല. അതായത് എത്രയോ കാലമായിട്ട് പ്രോക്സിമസ് ഈ നിലവറ തുറക്കാൻ നോക്കുകയാണ്. ഇന്നാണ് അത് തുറന്നവൻ നേരിട്ട് കാണുന്നത്. എന്നാൽ വേറൊരു വിഷയമുണ്ട്. ഒരിക്കലും പ്രോക്സിമസിന്റെ വാക്ക് കേട്ട് അവന്റെ കൂടെ നിൽക്കുന്ന ആളെയല്ല നമ്മുടെ നോവ. അത് മനസ്സിലായതുകൊണ്ട് തന്നെ പറയാണ്, മനുഷ്യര് നീ അവന് വിശ്വസിച്ചല്ലോ, നീ ഇത്രയും വലിയ വിഡ്ഢിയാണെന്ന് ഞാൻ വിചാരിച്ചില്ല. സത്യമാണ്, നീ കാരണം എനിക്ക് ഉപകാരം കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നിരുന്നാലും ഒരു മനുഷ്യനെ വിശ്വസിച്ച് അവന്റെ കൂടെ പോയത് വളരെ മോശമായി എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് സോനിയെ പിടിച്ച് അവളുടെ കഴുത്തിറക്കാൻ വേണ്ടി പറയുന്നുണ്ട്. പെട്ടെന്ന് ഒരു വെടിശബ്ദം കേൾക്കാണ്. എല്ലാ ഏപ്സും ആകെ പേടിച്ചു പോയി. സോനിയുടെ കഴുത്തിൽ കത്തി വെച്ച് നിൽക്കുന്ന ആ ഒരു ഏപ്പാണെങ്കിൽ അവിടെ വീണ് പോകുന്നുണ്ട്. നോക്കുമ്പോ എന്താ, നമ്മുടെ മേ കയ്യിലൊരു ഷോട്ട് ഗൺ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് വെച്ച് ആ കത്തി വെച്ചവന്റെ നെഞ്ചിലേക്ക് ഇട്ട് പൊട്ടിച്ചതാണ്. അവൻ നിലമ്പത്തി വീഴുന്നുണ്ട്. ഇതിനുശേഷം മേ പുറത്തേക്ക് ഓടുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ നോവ അതിപ്പോ ചെയ്യണ്ടെന്ന് പറയാണ്. എന്നാൽ ഓൾറെഡി അത് നമ്മുടെ മേ പോയി ചെയ്ത് കളഞ്ഞു. ഇന്നലെ അവര് സെറ്റ് ചെയ്ത ആ ഒരു ബോംബുണ്ടല്ലോ, അതങ്ങോട്ട് ബ്ലാസ്റ്റ് ചെയ്യുകയാണ്. ശരിക്കും ആ ഒരു ബ്ലാസ്റ്റിംഗ് നടന്ന എവിടെയാ വെച്ചാൽ ഇവരുടെ ആ ഒരു മതിൽക്കെട്ടിന്റെ ഭാഗത്താണ്. അത് ശരിക്കും കടൽ വെള്ളത്തിന് ഒരുപാട് തടുത്തു നിർത്തുന്ന ഒരു വലിയ മതിൽ. ആ മതിൽ പൊട്ടിയതോടുകൂടി എന്താ സംഭവിച്ചത്? കെട്ടി നിർത്തിയ ആ ഒരു വെള്ളം, കടൽ ജലം ഇതിന്റെ ഉള്ളിലേക്ക് ഇരച്ച് കയറാൻ തുടങ്ങുകയാണ്. ഇത് കണ്ട കുരങ്ങന്മാരാകും പേടിക്കുന്നുണ്ട്. 4 ഭാഗത്തേക്ക് നെട്ടോട്ട് ഓടുകയാണ്. ഇപ്പൊ ആ ഒരു നിലവറയുടെ ഉള്ളിലേക്ക് വരെ ശക്തമായ വെള്ളത്തിന്റെ ഒഴുക്ക് വരികയാണ്. കാരണം നിലവറ കുറച്ച് താഴ്ന്നാണ് നിൽക്കുന്നത്. രാജാവടക്കം, അതായത് പ്രോക്സിമസും അവന്റെ പടയാളിയായിട്ടുള്ള സിൽവയടക്കം എല്ലാവരും മതിൽപ്പെട്ട് ഒഴുകി പോകുന്നുണ്ട്. എങ്ങനെയൊക്കെയോ നമ്മുടെ നോവ അവന്റെ ആൾക്കാരെ രക്ഷപ്പെടുത്തുന്നുണ്ട്. ഒരു വിധത്തിൽ ഒരു വഴി കണ്ടുപിടിച്ച് അതിന്റെ മുകളിലേക്ക് ഇങ്ങനെ കയറി പോകാൻ വേണ്ടി അവൻ വഴി കാണിച്ചു കൊടുക്കുകയാണ്. ഈ സമയത്താണ് അവന്റെ മുന്നിലേക്ക് സിൽവ വരുന്നത്. ആരോഗ്യപരമായിട്ട് ഈ സിൽവയോട് മുട്ടി നിൽക്കാനൊന്നും നോവയെ കൊണ്ട് പറ്റില്ല കേട്ടോ. എന്നാൽ കുറച്ചധികം ട്രിക്കുകൾ കാണിച്ച് അവനൊരു ട്രാപ്പിൽ പെടുത്തി വെള്ളത്തിൽ മുക്കി കൊന്നുകളയാണ് നോവയെപ്പോ. അതോടെ അവന്റെ ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു പ്രതികാരം അതവന് അടക്കാൻ കഴിഞ്ഞു. എന്തായാലും ഇതിനുശേഷം നേരെ മുകളിലേക്ക് കയറുകയാണ്. അതായത് ഏത് വഴിയിലൂടെയാണോ ഇവർ ഉള്ളിലേക്ക് കയറി വന്നത് അതേ സ്ഥലത്തേക്ക് എത്തുകയാണ്. അവിടെ ഒരുപാട് കുരങ്ങന്മാർ വന്ന് രക്ഷപ്പെട്ട് നിൽക്കുകയാണ്. അങ്ങോട്ടേക്ക് ഇപ്പൊ നോവയും വന്നിട്ടുണ്ട്. എന്നാൽ ആ കൂട്ടുന്ന പെട്ടെന്ന് ഒരാൾ വന്നിട്ട് നോവയെ പൊതിരെ തല്ലാൻ തുടങ്ങുകയാണ്. ആരായിരിക്കും? ആ കിങ് ചക്രവർത്തി പ്രോക്സിമസ്. അവനും ഈ ഒരു കൂട്ടക്കാരുടെ കൂട്ടത്തിൽ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് വന്നിട്ടുണ്ട്. എന്നാൽ അവന്റെ ആ ഒരു അധികാരം, പ്രോക്സിമസിന് അധികാരം നഷ്ടപ്പെടുക എന്നുള്ള ആ ഒരു ഭയം അല്ലെങ്കിൽ ആ ഒരു അധികാരമോഹം, ഇതെല്ലാം കാരണമാണ് അവിടെ വെച്ചിട്ട് ഈ നോവയെ പൊതിരെ തല്ലുന്നത്. എന്നാൽ അതിന്റെ ആരോഗ്യത്തിന് മുന്നിൽ നോവയ്ക്ക് പ്രത്യേകിച്ചൊന്നും തിരിച്ച് ചെയ്യാനും കഴിയുന്നില്ല. ഈ സമയത്ത് നോവയ്ക്ക് അറിയണല്ലോ ബാക്കിയുള്ള ആൾക്കാർ അവന്റെ കൂടെ നിൽക്കുമെന്ന്. അവനെ പൊതിരെ തല്ലി അവശനാക്കി ഇട്ടിരിക്കുകയാണ് ഇപ്പോ പ്രോക്സിമസ്. എന്നിട്ടും വയ്യാനിട്ട് കൂടി അവൻ എഴുന്നേറ്റ് ചെറിയൊരു ശബ്ദം ഉണ്ടാക്കുകയാണ്, ഹൂ ഹൂ ഹൂ. എന്നാൽ അവന്റെ കൂടെ തന്നെ ബാക്കിയുള്ള ഏപ്സുകളും ഇതേ ശബ്ദം ഉണ്ടാവുകയാണ്. ആർക്കും ഇപ്പൊ ഈ ഒരു പ്രോക്സിമസിന് ഭയമില്ലാതെ ആയിട്ടുണ്ട്. പ്രോക്സിമസ് നടുവിൽ ബാക്കിയുള്ള എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണ്. വേണമെങ്കിൽ എല്ലാത്തിനും കൂടി ഇയാളെ തല്ലിക്കൊല്ലാം. പക്ഷേ ഇവിടെ വെച്ച് നോവ മറ്റൊരു പരിപാടിയാണ് കാണിക്കുന്നത്. അവന്റെ അച്ഛന്റെ കയ്യിലുണ്ടായിരുന്ന ഒരുപാട് കഴുകന്മാരുണ്ടല്ലോ, അതെല്ലാം കൂടി ഇങ്ങോട്ടേക്ക് വരികയാണ്. ഓരോന്നായിട്ട് ഈ പ്രോക്സിമസിനെ കൊത്തി കീറാൻ തുടങ്ങി. അവനെ വിറ്റകളെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അവസാനം എല്ലാം കൂടെ ഒരുമിച്ച് വന്ന് പൊതിഞ്ഞ് പ്രോക്സിമസിന്റെ താഴെ കിട്ടുക ഒരേറ്റ ഏറാണ്. അത്രയും ഹൈറ്റിൽ നിന്നാണ് പ്രോക്സിമസ് വീണത്. ഒരിക്കലും സർവൈവ് ചെയ്യാനുള്ള ഒരു സാധ്യതയില്ല. എന്തായാലും ഇതിനുശേഷം നോവ അവന്റെ അമ്മയും പെണ്ണിനെയും എല്ലാവരെയും കൂട്ടിയിട്ട് അവരുടെ സ്ഥലത്തേക്ക് തന്നെ പോവുകയാണ്. ഈഗിൾ ട്രൈബ്സ്, അതാണ് ഇവരുടെ ഒരു കൂട്ടത്തിന്റെ പേര്. അങ്ങനെ സമാധാനപരമായിട്ട് കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ ഒരു ദിവസം ഈ നോവയെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് മേ വരുന്നുണ്ട്. ശരിക്കും ഇവരുടെ മുന്നിൽ മേ അഭിനയിച്ചതായിരുന്നു തുടക്കത്തിലൊക്കെ, സംസാരിക്കാൻ കഴിയാത്ത വെറും ഒരു കാട്ടുമനുഷ്യനെ പോലെ. എന്നാൽ അവൾക്ക് വലിയ ഉദ്ദേശങ്ങളുണ്ട്. അവൾ ശരിക്കും മറ്റെന്തോ ഒരു കാര്യത്തിന് നടക്കുകയാണെന്ന് ഇപ്പൊ ഈ ഒരു നോവയ്ക്ക് മനസ്സിലായി. നോവ വലിയ താല്പര്യമൊന്നുമില്ലാതെ ഇപ്പൊ ഈ ഒരു മേയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. സത്യം പറയുകയാണെങ്കിൽ മേയുടെ കയ്യിൽ ഒരു ഗൺ ഉണ്ടായിരുന്നു. അവിടെ വെച്ച് നോവയെ കൊല്ലാൻ തന്നെയായിരുന്നു അവളുടെ ആ ഒരു പദ്ധതി. എന്നാൽ അങ്ങോട്ടേക്ക് വന്ന ഈ നോവ പറയാണ്, നിങ്ങൾ മനുഷ്യർ അസാധ്യരാണ്, ഒരിക്കലും നെവർ ഗിവ് അപ്പ് ചെയ്യാത്തൊരാളാണ്. പക്ഷെ എന്തൊക്കെയായാലും ഞങ്ങളെ വഴിക്ക് വിട്ടേക്ക്. നിങ്ങളുടെ ഭാഗത്തേക്ക് ഞങ്ങൾ വരാൻ പോകുന്നില്ല. നമ്മളിവിടെ സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് കുടുംബത്തോടെ ജീവിച്ചോട്ടെ. അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഇമോഷണലി മേ അത് ഭയങ്കര ടച്ച് ആവുകയാണ്. അവൾ എന്തിനാണോ ഇങ്ങോട്ടേക്ക് വന്നത് ആ ഒരു കാര്യം ചെയ്യാതെ അവൾ ഇവിടുന്ന് തിരിച്ചു പോവുകയാണ്. അതുപോലെ നോവയും അവന്റെ ആ ഒരു രാജ്യത്തിനെ അല്ലെങ്കിൽ അവന്റെ ആ ഒരു കൂട്ടക്കാരെ മര്യാദക്ക് നോക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ഇവിടെ നിന്ന് പോയ മേ പോകുന്നത് വലിയൊരു മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു രഹസ്യ സങ്കേതത്തിലേക്കാണ്. അവിടെ അവൾക്കായിട്ട് ചില ആളുകൾ കാത്തിരിപ്പുണ്ടായിരുന്നു. ഡോറ് തുറന്ന പാട് തന്നെ അവൾ കൊടുക്കുന്നത് ആ ഒരു ഹാർഡ് ഡിസ്ക് ആയിരുന്നു. യെസ്, കാര്യമായിട്ട് എന്തോ ഒന്ന് ഇതിലുണ്ട്. മനുഷ്യരുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് ആ ഒരു ഡിസ്കിലാണ്. എന്നാൽ ലാബിന്റെ ഉള്ളിലേക്ക് മേ കയറുന്നില്ല കേട്ടോ. വേഗം തന്നെ ആ ഒരു ഹാർഡ് ഡിസ്കുമായിട്ട് ഇപ്പൊ വന്ന ആ ഒരു ലേഡി ഉള്ളിലേക്ക് പോവാണ്. കാര്യമായിട്ട് തന്നെ അവരത് വെച്ച് ചെയ്യുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ മേ ഇതിന്റെ മുകളിലേക്ക് പോകുന്നുണ്ട്. ഒരുപാട് സിഗ്നൽസ് അയക്കാനും അതുപോലെ തന്നെ അതിനെ റിസീവ് ചെയ്യാനുമായിട്ട് ഒരുപാട് മിഷനറീസും കാര്യങ്ങളും അതിന്റെ മുകളിലുണ്ടായിരുന്നു. ഇപ്പൊ ആ ഒരു ഹാർഡ് ഡിസ്കുമായിട്ട് ഉള്ളിലേക്ക് പോയ ലേഡി ചെയ്യുന്നത് അത് ഇട്ടുകൊണ്ട് എന്തൊക്കെയോ ഈ ഭൂമിയിൽ വേറെ മനുഷ്യരുണ്ടോ എന്ന് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് അതിന്റെ ആ ഒരു റെസ്പോൺസ് കിട്ടി. സത്യം പറയുകയാണെങ്കിൽ ഇവർ ഭയങ്കരമായിട്ട് ഹാപ്പി ആവുന്നുണ്ട്. ഇതേ നേരം തന്നെ സീസർ അവന്റെ പെണ്ണായിട്ടുള്ള സൂര്യയും കൂട്ടി നേരെ പോകുന്നത് അവരൊരിക്കലും പോകാൻ പാടില്ല എന്ന് പറഞ്ഞ ഒരു സ്ഥലമൊക്കെ ഉണ്ടല്ലോ, ഇവരുടെ ആ ഒരു ബോർഡ്
ടെലിപ്പോർട്ടർ ഉണ്ടല്ലോ, ഇതും താണ്ടിയിട്ട് നേരെ ആ ഒരു വലിയ ബിൽഡിംഗ് നശിച്ചെടുക്കുന്നുണ്ടല്ലോ. അതിന്റെ ഉള്ളിൽ ഒരു ടെലസ്കോപ്പ് ഉണ്ടല്ലോ, അതിന്റെ അടുത്തേക്ക് കൊണ്ടുപോയിട്ട് അതിലൂടെയുള്ള കാഴ്ചകൾ, ആകാശ കാഴ്ചകൾ സോനിക്കും കാണിച്ചു കൊടുക്കുകയാണ്. അതുപോലെ ഇതേ ആകാശത്തിലേക്ക് മേയും നോക്കി നിൽക്കുകയാണ്. ആ ആകാശത്തിലേക്ക് തന്റെ യഥാർത്ഥ കണ്ണുകൊണ്ട് നമ്മുടെ ഈ ഒരു നോവയും നോക്കി നിൽക്കുകയാണ്. മേ ബി ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഭൂമിയിലായിരിക്കില്ല, അത് ആകാശത്തിലായിരിക്കും എന്ന് കരുതിയിട്ടായിരിക്കും ഇവർ രണ്ടുപേരും സ്പേസിലേക്ക് നോക്കിയത്. അതായത് ആകാശത്തിലേക്ക്. രണ്ട് ജീവവരങ്ങൾ, ഒന്ന് മനുഷ്യനും മറ്റേത് ഏപ്സും. ഇത് കാണിച്ചുകൊണ്ട് സിനിമ ഇവിടെ തീരുകയാണ്. എങ്ങനെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായാൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലെയുള്ള കഥകൾ വേണമെന്ന് കമന്റ് ബോക്സിലൂടെ പറയുകയും ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.